എല്ലാത്തിനും ഒരു നിയോഗം ഉണ്ട്. ആര്, എവിടെ, എപ്പോൾ, എങ്ങനെ തമ്മിൽ കണ്ടുമുട്ടണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഇത്രയധികം ധന്യാത്മാക്കൾ എത്തി അവരുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഭഗവത് സാന്നിധ്യത്തെ ഊട്ടി ഉറപ്പിച്ച ഈ വേദിയിൽ കാറ്റത്ത് പറക്കുന്ന കരിയില പോലെയോ ഒക്കെ മാത്രമുള്ള ഞാൻ, നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന ഞാൻ ആരാണെന്നല്ലേ. വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഇവിടെ വന്നു പോയവർ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പുഷ്പാഞ്ജലി സ്വാമികൾ, അദ്ദേഹത്തിന് ഈ ഭാഗവത സത്രത്തിൻ്റെ നോട്ടീസ് എത്തിക്കാനുള്ള ഭാഗ്യമാണ് ആദ്യം എനിക്ക് സിദ്ധിച്ചത്. എൻ്റെ ഗുരുനാഥൻ ആവശ്യപ്പെട്ട് ചന്ദ്രമോഹൻ സാറ് നോട്ടീസ് കൈമാറി അതവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ നിയോഗം. ആ നിയോഗത്തിന് പിന്നാലെ ഭഗവാൻ നിശ്ചയിച്ചിരുന്നത് ഈ കുടുംബത്തിലേക്ക് വരിക എന്നുള്ള, ശാസ്താവിൻ്റെ കുടുംബത്തിലേക്ക് വരിക, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുടുംബത്തിലേക്ക് വരിക, ഒരുപാട് സജ്ജനങ്ങളെ കാണുക, നമ്മൾ ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കുക. വലിയ പ്രഭാഷണ പടുവല്ല ഞാൻ, വൈദഗ്ധ്യം അത്രമേലില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഇരുന്ന് അത് ഭഗവത് സാന്നിധ്യത്തിൽ, അങ്ങനെയാണെങ്കിൽ ഭഗവത് സാന്നിധ്യം എല്ലായിടത്തും ഇല്ലേ എന്ന് ചോദിക്കും അല്ലേ. നമ്മൾ ഓംനി പ്രസൻറ്റ്, ഓംനി പോട്ടൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഭഗവാനെക്കുറിച്ച്. ഓംനി പ്രസൻറ്റ് തന്നെയാണ്, എന്നാലും അതിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടി നിൽക്കുന്ന ഈ വേദിയിൽ ഇപ്പോൾ നമ്മുടെ പാരായണങ്ങൾ, പ്രഭാഷണങ്ങൾ, മഹത് സാന്നിധ്യങ്ങൾ കൊണ്ട് ശ്രദ്ധാലുക്കളായ സജ്ജനങ്ങളെ കൊണ്ട് പാവനമായ ഈ വേദിയിലേക്ക് വരാൻ സിദ്ധിച്ച ആ ഭാഗ്യം സിദ്ധിച്ചത് ഒരുപക്ഷെ എൻ്റെ പൂർവ്വജന്മ കൃതമോ അല്ലെങ്കിൽ അതിനപ്പുറം എൻ്റെ ഗുരുനാഥൻ്റെ കൃപയോ. അപ്പോൾ കുടുംബം, നമ്മുടെ യുവതലമുറ, യുവജനങ്ങൾ, കുട്ടികൾ, രക്ഷകർത്താക്കൾ, ഇപ്പോൾ രക്ഷാകർത്താക്കൾ, പുതിയ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്, രക്ഷാകർത്താവ്. ആധുനിക ലോകത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ നമ്മളിലൊക്കെ ഒരുപാട് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്, ശരിയല്ലേ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഞാൻ പഠിക്കാനാണ് വന്നത്. എനിക്ക് അങ്ങോട്ട് പറയാൻ കുറച്ചേ ഉള്ളൂ. നിങ്ങളാണ് എന്നെ പഠിപ്പിക്കേണ്ടത്, കാരണം നിങ്ങൾക്ക് അനുഭവ സമ്പത്ത് എന്നേക്കാൾ വളരെയധികം ഉണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും കൂടി ഇൻട്രാക്ട് ചെയ്താൽ കൊള്ളാം. നമുക്ക് ഒരുപാട് ആശങ്കകളില്ലേ ഇപ്പോഴത്തെ സമൂഹത്തെ നോക്കുമ്പോൾ? ഇല്ലേ അമ്മ? ഉണ്ട്. അപ്പോൾ പുത്രൻ അല്ലെങ്കിൽ തനയൻ എന്ന് പറയുമ്പോൾ തനോതി വിസ്താരേതി കുലം ഇതി തനയ, കുലത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് എന്നൊക്കെയുള്ളതാണ് പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് റോളുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, രക്ഷാകർത്താവിൻ്റെ റോൾ എന്താണ്, പുത്രൻ്റെ അല്ലെങ്കിൽ പുത്രിയുടെ റോൾ എന്താണ്, എങ്ങനെയാണ് സമൂഹത്തിന് ഈ രണ്ടു പേരും ഗുണം ചെയ്യുക, അത് ആധ്യാത്മികതയിൽ ഊന്നി എങ്ങനെയാവണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, കാര്യമായ മാറ്റമുണ്ടോ, ആ മാറ്റം നല്ലതാണോ, അവരെ മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ടോ, അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് പരാതി പറയാറുണ്ട് എന്ന് ഇപ്പോൾ മുൻപ് ശ്രീമതി രമ്യ അല്ലേ പറഞ്ഞു, കുട്ടികളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പരാതികൾ പറയാറുണ്ട്. അപ്പോൾ അതിനാരാണ് കാരണം? കുട്ടി മാത്രമാണോ?
ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക. കുറച്ച് ഭഗവാന്റെ കാര്യങ്ങളൊക്കെ. കാര്യം നിങ്ങൾ ഒരുപാട് പ്രശസ്തരായ പ്രഭാഷകർ ഇവിടെ വന്ന് ഭഗവത് കഥകൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിലൂടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പം നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് ആരാണ് രക്ഷാകർത്താവ്, ആരാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി, കുട്ടിയുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, രക്ഷാകർത്താവിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ്. അപ്പം രക്ഷാകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് മനസ്സിലാക്കുന്നു? രക്ഷിക്കേണ്ട ആളാണ് അല്ലേ? രക്ഷിക്കേണ്ട ആൾ മാത്രമാണ്, വഴികാട്ടിയായ ആളാണ്. പക്ഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയെ എത്ര പ്രായം വരെ നമ്മൾ സംരക്ഷിച്ച് നിർത്തും? എത്ര കാലം വരെ നമുക്ക് അവരുടെ മേൽ ആ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു 10 മുതൽ 12 വയസ്സ് വരെയൊക്കെ നമ്മുടെ മക്കൾ നമ്മളോടൊക്കെ വന്ന് സ്കൂളിലെ വിശേഷമൊക്കെ പറയൂല്ലേ? ഒരു 13, 14 ആയപ്പോൾ വിശേഷം പറച്ചിൽ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അതുവരെ സ്കൂളിൽ നടന്ന ഓരോ കാര്യവും വന്ന് അമ്മയോട് അച്ഛനോടൊക്കെ വന്ന് പറയും. കൂടുതലും അമ്മയോടാണ്. നമ്മുടെ മാക്സിയുടെയോ സാരിയുടെയോ ഒക്കെ തുമ്പ് പിടിച്ചിങ്ങനെ നമ്മുടെ നിഴലായി നടന്ന കുഞ്ഞ് ടീച്ചർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ തൊട്ടടുത്തിരുന്ന ധന്യുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥ പറയുമായിരുന്നു. പക്ഷെ ഒരു ടീനേജ് എന്ന് നമ്മൾ പറയും അല്ലേ, കൗമാരകാലം വരുന്നതോടുകൂടി കുട്ടി നമ്മളിൽ നിന്ന് പതിയെ അവരുടെ താല്പര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം വരികയുണ്ടായി. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 10 മുതൽ 12 വയസ്സ് വരെയാണ് നമ്മുടെ കാര്യമായ റോള് എന്നതിനർത്ഥമില്ല. കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുന്ന കാലം ഏതാണ്ട് 12 കഴിഞ്ഞ് 13, 14 ആകുമ്പോൾ പല താല്പര്യങ്ങളിലേക്ക് കുട്ടി വഴുതി മാറുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പം നമുക്കൊരാശങ്കയൊക്കെ ഉണ്ടാവും അല്ലേ, പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം ആരാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി? ഐഡിയൽ, മാതൃകയായ പുത്രി. നാട്ടുകാർ പറയുന്ന സൗന്ദര്യം, നാട്ടുകാർ പറയുന്ന ബുദ്ധി, നാട്ടുകാർ പറയുന്ന സ്മാർട്ട്നെസ്, നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി. മോൻ എവിടെ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനപൂർവ്വം എന്തു പറയും? അവൻ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന പൊസിഷനിലെത്തി. അതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഐഡിയലായിട്ടുള്ള മകൻ അല്ലെങ്കിൽ മകൾ? നേരത്തെ പ്രഭാഷക പറഞ്ഞ പോലെ പഞ്ചമഹായജ്ഞങ്ങൾ പാലിച്ച കൗസല്യാദേവിയുടെ മകനായ ശ്രീരാമചന്ദ്രനെ പോലെ ഒരു മകൻ, മാർക്കണ്ഡേയ മഹാമുനിയെ പോലൊരു മകൻ നമ്മൾ ആഗ്രഹിക്കുമോ? ധർമ്മം പാലിക്കുന്ന അല്പായുസായ മകനോ? ചോദ്യമുണ്ടല്ലോ ഭഗവാന്റെ അല്ലേ? അല്പായുസായാലും ധർമ്മം പാലിച്ച് ജീവിക്കുന്ന മകനാണ് വേണ്ടതെന്ന് പറയാൻ നമ്മളിൽ എത്ര അമ്മമാർക്ക് ഇന്ന് കഴിയുന്നു? അതാണ് ചോദ്യം. അല്ലെങ്കിൽ ശങ്കരാചാര്യരെ പോലെ ഒരു മകനെ നമ്മൾ കാക്ഷിക്കുന്നുണ്ടോ? അതാണോ ഐഡിയലായിട്ടുള്ള പുത്രൻ? അല്ലെങ്കിൽ ഊർമിളയെ പോലൊരു മകൾ, സീതയെ പോലൊരു മകൾ. അപ്പം അവിടെ ബാഹ്യ സൗന്ദര്യം എന്നുള്ളതല്ല, ആന്തരിക ചൈതന്യത്തിനാണ് പ്രാധാന്യം. എന്ന് പറയുമ്പോൾ ഈ ആന്തരിക ചൈതന്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉദ്ദീപിപ്പിക്കാൻ നമ്മൾ എത്ര ശ്രദ്ധാലുക്കളാണ്, നമുക്ക് എത്ര കഴിയുന്നുണ്ട് എന്നൊന്ന് പുറംതിരിഞ്ഞ് ആലോചിച്ചാൽ ഒരു പേരൻ്റ് എന്നുള്ള ഒരു രക്ഷാകർത്താവ് എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ള ആളുകളോടെങ്കിലും നമ്മൾ നല്ല സന്ദേശം അവർക്കെങ്കിലും പകർന്നു കൊടുക്കണം. അപ്പോൾ ആരാണ് നല്ല പുത്രൻ അല്ലെങ്കിൽ നല്ല പുത്രി എന്ന് ചോദിച്ചാൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഉത്തരത്തെക്കാൾ പ്രായോഗികമായ ഉത്തരമാണ് ഏറ്റവും നല്ലത്. നല്ലൊരു വ്യക്തിയായി മാറാൻ എങ്ങനെയാണ് നമ്മുടെ പുത്രനെ അല്ലെങ്കിൽ പുത്രിയെ നമുക്ക് പ്രാപ്തയോ ആക്കാൻ കഴിയുക? എങ്ങനെയാണ് നല്ലൊരു വ്യക്തിയാകുന്നത്? തൻ്റെ ലക്ഷ്യത്തിലേക്ക് മറ്റൊരാൾക്കും വേദന ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം പകർന്നു കൊടുത്ത് സമൂഹത്തിനും സമുദായത്തിനും ഗുണം ചെയ്ത് തൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്ന, തൻ്റെ മാതാപിതാക്കളുടെ അഭാവത്തിൽ പോലും
സ്വന്തം കാര്യങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്ന മകൻ അല്ലെങ്കിൽ മകൾ. അതെന്താ അഭാവം? മാതാപിതാക്കളുടെ, എല്ലാ മാതാപിതാക്കളുടെയും വിചാരം എന്താ? കുട്ടിയുണ്ടായാൽ, എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ ഒരിക്കൽ കാറിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ആകുന്നതിനെ പറ്റി പേടി ആളിന്. രശ്മി, എനിക്കിപ്പോൾ ട്രാൻസ്ഫർ ആയാൽ, മോളിപ്പോൾ 8-ലല്ലേ, ഇനിയിപ്പോൾ 5-6 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ അവളുടെ 10ാം ക്ലാസ്, അവളെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ വാഹനം ഒരു സൂപ്പർ ഫാസ്റ്റിൽ ഇടിച്ച് ഇപ്പം നമ്മൾ രണ്ടുപേരും അങ്ങ് തീരുകയാണ്. ഈ മകൾ നമ്മുടെ ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചാടി മരിക്കൊന്നുമില്ലല്ലോ. എന്തു ചെയ്യും? മകൾക്ക് ജീവിച്ചേ തീരൂ. അപ്പം നമ്മളെല്ലാ കാലവും കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അമ്മമാർ ഈ ഗ്രിപ്പ് വിടില്ല, ഒരിക്കലും വിടില്ല. മകനെ ആയാലും മകളെ ആയാലും ഇങ്ങനെ പിടിച്ചു വെക്കും. അതുകൊണ്ട് പണ്ട് ഈ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഒരു പോയിന്റ് കഴിയുമ്പോൾ കുട്ടികളെ ധനുർവിദ്യയും മറ്റ് ആയോധനകലയും മറ്റ് വേദമൊക്കെ പഠിക്കാൻ അവരെ ഗുരുവിൻ്റെ കൂടെ നിർത്തുന്നതിന് കാരണം, അതിപ്പം മഹാരാജാവിൻ്റെ മകനായാലും ദരിദ്ര നാരായണന്മാരുടെ മക്കളാണെങ്കിലും എവിടെ പോകും? അവരെല്ലാം തുല്യരായി ഗുരുകുലത്തിൽ അഭ്യസിക്കാൻ പോകുന്നതിൻ്റെ, പല വിദ്യകൾ അഭ്യസിക്കാൻ പോകുന്നതിന് കാരണം ഇത് തന്നെയാണ്. പക്ഷികൾ ചെയ്യുന്നത് എന്താണ്? പറക്കാറാകുമ്പോൾ അവരെ സ്വതന്ത്രമായി, അതിൻ്റെ അർത്ഥം അങ്ങ് ഇറങ്ങിപ്പോക്കോ എന്ന് പറയലല്ല. അവിടെ ഒരു കൺട്രോൾ വേണം, അവിടെ ഒരു നിയന്ത്രണം വേണം. അപ്പോൾ അത്തരത്തിലൊരു രക്ഷാകർത്താവ് നമുക്ക് എങ്ങനെ ആകാം എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. അപ്പം 1960കളിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ഡയാന ബോംറിൻഡ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഒരു തിയറി അനുസരിച്ച് 4 തരം രക്ഷാകർതൃത്വ രീതികളുണ്ട് എന്നാണ്. 4 തരത്തിലാണ് രക്ഷാകർത്താക്കൾ പൊതുവേ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതോറിറ്റേറ്റീവ്, പെർമിസീവ്, നിഗ്ലക്റ്റ്ഫുൾ എന്നൊക്കെയാണ്. വലിയ വലിയ ഇംഗ്ലീഷ് ടേമുകളാണെന്ന് വിചാരിക്കണ്ട. ഈ അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു ആധിപത്യ മനോഭാവമുള്ള പേരൻസ്, അതായത് നമ്മുടെയൊക്കെ പേരൻസ് ഒന്ന് പറഞ്ഞ രണ്ടിന് നല്ല തല്ല് കിട്ടും, കൈ കിട്ടുന്നതൊക്കെ എടുത്ത് അമ്മമാർ തല്ലു വരും. ഇപ്പം അതോറിറ്റേറിയൻ ആയിരിക്കുക. പലപ്പോഴും കുട്ടിയെ കേൾക്കാൻ ഇത്തരം പേരൻസ് തയ്യാറാകാറില്ല. കുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാകാതെ വളരെ സ്ട്രിക്റ്റായിട്ട് മാത്രം ബിഹേവ് ചെയ്യുന്ന, വളരെ ഡിസിപ്ലിൻ മാത്രം വീട്ടിൽ, അതുപോലെ പറയുന്ന എന്ത് കാര്യത്തെയും നെഗറ്റീവായി കാണുന്ന അച്ഛനമ്മമാർ പണ്ട് കൂടുതലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പിതാമഹന്മാരെയൊന്നും കുറ്റം പറയുകയല്ല ഞാൻ പറഞ്ഞാൽ, നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വളരെ വളരെ പിടുത്തമുള്ള കാർക്കശ്യ മനോഭാവത്തോടെ കാണുന്ന ആളുകളും ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെയായിരുന്നു എന്നല്ല വ്യംഗ്യം. ഇപ്പോൾ ഡിക്റ്ററ്റോറിയലായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് റൂളുകളൊക്കെ ഇമ്പോസ് ചെയ്യുക, വീട്ടിൽ നിയമങ്ങളൊക്കെ അത്തരത്തിൽ, ഇതല്ലാതെ മറ്റൊന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കോംപ്രമൈസും ഇല്ലാത്ത പേരൻസ്, അതോറിറ്റേറിയൻ. അപ്പോൾ ആ ആധിപത്യ മനോഭാവം ഉണ്ടാകുമ്പോൾ രക്ഷാകർത്താവ് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സുഹൃത്തായി മാറുമോ? ഒരിക്കലുമില്ല. എപ്പോഴും ഭയമാണ് ഉണ്ടാവുക ഉള്ളിൽ, ഞാനിത് പറഞ്ഞാൽ എന്താകും. അപ്പം അത് കുട്ടിയിൽ എന്താണ് ഉണ്ടാക്കുക? ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും, ആത്മവിശ്വാസത്തെ ഹനിക്കും, ഇല്ലാണ്ടാക്കും. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ഇന്നത്തെ ലോകം കോമ്പറ്റീഷൻ്റെ ലോകമാണ്, അല്ലേ? അപ്പം അവിടെ നമ്മൾ മത്സരബുദ്ധിയോടെ കുട്ടി മുന്നോട്ട് പോകണമെങ്കിൽ അത് അഹങ്കാരം നിറഞ്ഞ ഞാനല്ല, എന്നിലെ സത്തയെ തിരിച്ചറിഞ്ഞ് അതിനെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കത്തക്ക ബോധം എന്നിലുണ്ടാവണം. അതില്ലാതാക്കുന്ന പേരൻസ് കുട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതാക്കി കളയും. എല്ലാത്തിനും അച്ഛനോടും അമ്മയോടും ചോദിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. സ്വന്തമായി തീരുമാനം എടുക്കാൻ പ്രാപ്തിയില്ലാത്ത ആൾ സമൂഹത്തിന് ഗുണം ചെയ്യുമോ? അവനവന് ഗുണം ചെയ്യുമോ? ഇല്ല. അപ്പം ഡിസിഷൻ മേക്കിംഗ് പവർ പോവും, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാതെ പോവും കുട്ടികൾക്ക്. കാര്യം ഈ പേരൻ്റ് എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് വടിയും പിടിച്ച്. ആത്മാഭിമാനം വളരെ കുറവായിരിക്കും. അതുപോലെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മറ്റൊരാളോട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. ഇത് എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ
വലിയ ദയനീയമായ അവസ്ഥയാണ്. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളും കൂടെ ചേർത്താണ് സംസാരിക്കുന്നത്. എന്നാലേ അത് കുറച്ചുകൂടി അനുഭവവേദ്യമാകും തോന്നുന്നു. ഹസ്ബൻഡിന്, എൻ്റെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ 51 വയസ്സുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. പുതിയൊരു കാറ് വാങ്ങണമെന്ന് ഭാര്യ പറയും. 15 വർഷമായിട്ട് നമ്മൾ ഒരേ കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുതിയൊരു കാറ് വാങ്ങണം എന്ന് പറയുമ്പോൾ പറയുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന നീ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി വാങ്ങില്ല. അപ്പോൾ അത് അതോറിറ്റേറിയൻ പേരൻസിൻ്റെ ഒരു പ്രശ്നമാണ്. അത്തരത്തിലൊരു പേരൻറ്റിംഗ് ആണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ കുട്ടി നമ്മളിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പാലിക്കുന്ന ധർമ്മത്തിൽ നിന്നും അകലുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം മറ്റൊരു സുഹൃത്തിൻ്റെ മകൾ ചോദിച്ചു, ഞാൻ ജീൻസ് ഇട്ടുകൊണ്ട് പോട്ടെ അമ്മ, വരട്ടെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ എവിടെ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊട്ട് തൊടാൻ ഇപ്പോൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത്. എപ്പോഴാണ് പൊട്ട് പോകുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക. ഇതൊക്കെ മോശമാണ്. ആകെ ക്ഷേത്രത്തിൽ പോകുന്ന ചിങ്ങ1-നും വിഷുവിനും മാത്രമാണ്. ഭഗവാൻ നമ്മുടെ ആരുമല്ലല്ലോ. ബന്ധുത്വം, ആത്മബന്ധുത്വം ഭഗവാനോടില്ലാത്തിടത്തോളം കാലം അത് നമുക്ക് വീട്ടിൽ അത്തരത്തിലൊരു സംസ്കാരം ഉടലെടുക്കാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതിനൊരു കാരണം വളരെ സ്ട്രിക്റ്റായ പേരൻസാണ്. അത്രയും നിങ്ങൾ പിടിക്കണ്ട, കുറച്ചൊക്കെ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് അവരുമായി ഇടപെടാം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നല്ല മനോഭാവമാണ്. കാര്യം അവിടെ ആധികാരിക മനോഭാവമാണ്. ആധികാരികത എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇപ്പം നമ്മുടെ വീട്ടിലൊരു സിസ്റ്റം ഇല്ലേ? നിങ്ങളെല്ലാവരുടെയും വീട്ടിലൊരു സിസ്റ്റം ഉണ്ടോ ഇല്ലയോ? അതോ എല്ലാവരും തോന്നിയ പോലാണോ? അല്ലല്ലോ. അടുക്കളയ്ക്കൊരു ചിട്ടയില്ലേ? ഉണ്ട്. രാത്രി എച്ചിൽ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടേ കിടക്കൂ. ചില അമ്മമാർ പറയും രാത്രി ചോറ് വെച്ച കലത്തിൽ കുറച്ച് വറ്റ് വെക്കണം, ഉണ്ടായിരിക്കണം, അതിൽ വെള്ളം ഒഴിച്ചിടണം, അത് കഴുകി കമഴ്ത്താൻ പാടില്ല. പണ്ടുള്ളവർ പറയുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. കാരണം എന്താ? രാത്രി ഒരാൾ റൗണ്ട്സിന് വരും, ഡോക്ടേഴ്സ് റൗണ്ട്സിന് പോകുന്ന പോലെ. വരുന്ന ആളാരാണ്? മഹാലക്ഷ്മി എന്ന് പറയും. ഈ അമ്മ വന്നിട്ട് നോക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചോറ് വെച്ച കലത്തിൽ എന്തുണ്ടാവണം? 2-4 ചോറിൻ്റെ മണികൾ ഉണ്ടാകണം, അല്ലെങ്കിൽ വറ്റുണ്ടാകണം എന്ന് പറയും. അതിന് കാരണം ഇതാണ്, ആ വീടിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നന്നത്തേക്കുള്ള അന്നം ഉണ്ടാകുക എന്നുള്ളത്. അപ്പുറം ഒരുപാട് പണം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് പോലെയാണ്. അപ്പോൾ ഈ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പേരൻറ്റിങ് സ്റ്റൈലാണ്. രക്ഷാകർതൃത്വത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് ആധികാരികമായി നമ്മൾ ഇടപെടുക എന്നുള്ള കുട്ടികളോട്. അവിടെ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് അറിയൂ ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടാത്തതെന്ന്. ലോകത്തെ ഏറ്റവും ദുർബലനായ ശിശു ഏത് ജീവിയുടെ ശിശുവാണ്? ആനിമൽ പ്ലാനറ്റും ഡിസ്കവറി ചാനലും ഒക്കെ കണ്ടിട്ടില്ലേ? മാനൊക്കെ പ്രസവിക്കുന്ന കണ്ടില്ലേ? അല്ലെ വീട്ടിൽ പൂച്ചയാണെങ്കിലും ഒക്കെ പ്രസവിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഈ അമ്മ ഇതിൻ്റെ ഒരു ചെറിയ കേസ് പോലെ, ബാഗ് പോലത്തെ ഒരു ഇതിലാണ് വരുന്നത്, ഒരു സഞ്ചി പോലെ. അത് അമ്മ കുടഞ്ഞ് ഇതാക്കി ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അമ്മ എവിടെയാണെന്ന് ഇവൻ കണ്ടെത്തിപ്പോയി, അല്ലേ? അവൻ്റെ അന്നം അവൻ കണ്ടെത്തിക്കൊള്ളും. എല്ലാ ജീവികളും അങ്ങനെയാണ്. നമ്മളാണെങ്കിലോ വീണിതല്ലോ കിടക്കും, അല്ലേ? ജനിച്ച് വീണാൽ ആരുടെ സഹായം വേണം? എല്ലാവരുടെയും സഹായം വേണം. നമുക്ക് ചുറ്റുമുള്ള അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, അമ്മായി, ചെറിയമ്മ, എല്ലാവരും ഇങ്ങനെ കൈമാറി കാര്യം വെച്ചാൽ ഇവിടെ ഒരു സംഗതി ഉണ്ട്. നമ്മുടെ കയ്യിൽ കുഞ്ഞ് വാവയെ തരുമ്പോൾ എന്താ പറയുന്നത്? നവജാത ശിശുവിനെ കയ്യിൽ തരുമ്പോൾ എന്താ പറയുന്നത്? ഈ കഴുത്ത് ഈ ഭാഗം ശ്രദ്ധിച്ചോണേന്ന് പറയും. നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇവിടെ ഉറച്ചു കിട്ടാനെടുക്കും 90 ദിവസം. അപ്പം ലോകത്ത് ഏറ്റവും നിസ്സഹായനായി ജനിക്കുന്നത് ആരാണ്? മനുഷ്യക്കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ജനിച്ചു വീഴുന്ന ഈ മനുഷ്യക്കുഞ്ഞിന് എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ സാമീപ്യം അറിയാൻ പറ്റും. പതിയെ എല്ലാവരെയും അവൻ തിരിച്ചറിയും, അല്ലെങ്കിൽ അവൾ തിരിച്ചറിയും. പക്ഷെ നമ്മുടെ സഹായം വേണം, നമ്മുടെ ഗൈഡൻസ് ആവശ്യമാണ് അവർക്ക്.
മോനെ അല്ലെ മോളെ ഇത് ആണ് ശരി, ഇത് ശരിയല്ല. അതാണ് ഈ അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. അതായത് വീട്ടിൽ കൃത്യമായൊരു ചിട്ട ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ, എന്നാൽ കുട്ടിയുടെ അഭിപ്രായത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിന് പരിഗണന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഒരു ബാലൻസ് ഉണ്ടാവും. കുട്ടിയുടെ ഫ്രീഡത്തിനൊരു സ്പേസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനൊരു ഇടമുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റേതായ, കുടുംബത്തിൻ്റേതായ ഒരു സ്ട്രക്ചർ, ഒരു ഘടനയുണ്ട്. ആ ഘടനയ്ക്കുള്ളിൽ നിന്ന് ഇപ്പം അച്ഛനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, മുത്തശ്ശനെ എങ്ങനെ സ്നേഹിക്കണം, മുത്തശ്ശിക്ക് ഇന്ന സമയത്ത് മരുന്നെടുത്ത് കൊടുക്കണം, മുത്തശ്ശി ആരാണ്, അല്ലെങ്കിൽ അമ്മാവൻ ആരാണ്, അമ്മായി ആരാണ്, ഇതൊക്കെ ബന്ധങ്ങളെ തിരിച്ചറിയാനും. നമ്മളൊരു കല്യാണത്തിന് മറ്റൊരു വീട്ടിലേക്ക് പോയി, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം. വൃന്ദാവനത്തിലെ ജനങ്ങളെ മുഴുവൻ പരിരക്ഷിച്ചുകൊണ്ട് നിന്ന സാക്ഷാത് ഭഗവാന് ആ സ്നേഹവായ്പ് ആ ജനങ്ങളോട് തോന്നാൻ കാരണം അത്ര അധികം സ്നേഹം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് മേൽ ചുരിഞ്ഞത് കൊണ്ടാണ്. ചെറിയ ചെറിയ കുസൃതികളൊക്കെ കണ്ടില്ലേ, യശോദാമ്മ പിടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഉണ്ടല്ലേ. തല്ലുന്നില്ല, വായ തുറന്നൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നുള്ള, അല്ലേ. അത്തരം ലീലകളൊക്കെ ആടിയത് എന്തുകൊണ്ടാണ്, അതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. കുട്ടികളുടെ ആ ശൈശവാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ഇത്തരം ലീലകൾ കാണുമ്പോൾ നമ്മൾ ആരെ ഓർക്കണം, ഉണ്ണികൃഷ്ണനെ ഓർക്കണം. നമ്മുടെ കുഞ്ഞിനെ ഉണ്ണികൃഷ്ണനായിട്ട് ഉണ്ണി ഗണപതിയായിട്ട് മകനെ കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ കഴിയണം. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ വികൃതികൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാൻ പറ്റും, അവരെ അംഗീകരിക്കാൻ പറ്റും. ചെറിയ ചെറിയ ഡിമാൻഡുകളൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനും പറ്റും. എന്നാൽ എല്ലാ കാര്യത്തിലും അങ്ങനെ വേണമെന്നുമില്ല. ഇതിപ്പോൾ നടക്കില്ല, കുറച്ച് കഴിയട്ടെ. വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രായം കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് പറയാം. ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ പറയാം, മോനെ ഇപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇതിനുള്ള നമുക്ക് നോക്കാം അടുത്ത തവണ. അത് അനാവശ്യമാണെങ്കിൽ, കുട്ടിക്ക് ആവശ്യമുള്ളൊരു നോട്ട്ബുക്ക് ഞാൻ അടുത്ത വർഷം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് റെക്കോർഡ് ബുക്ക് നാളെ വേണം, അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ള, അത് നോക്കട്ടെ, ഞാൻ 2 മാസം കഴിഞ്ഞ് വാങ്ങിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബൈക്ക് വേണം 18ാമത്തെ ബർത്ത്ഡേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇതാണ് അതോറിറ്റേറ്റീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പേരൻറ്റിങ് ഉള്ളപ്പോൾ ഉള്ള ഗുണം, കുട്ടിക്ക് സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും മുന്നോട്ട് ആ വഴി പോകാനൊക്കെ പറ്റും. ചില ആൺകുട്ടികളൊക്കെ ഇപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യും. കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം. കാര്യം ഇവൻ്റെ എബിലിറ്റിയാണ്, അവൻ്റെ ഒരു താല്പര്യമാണ്. ചിലർ നന്നായിട്ട് ചിത്രം, എനിക്കൊന്ന് കോവിഡ് പീരീഡിൽ നമ്മളെല്ലാവരും വീടുകളിലിരുന്ന് പലതും പഠിച്ചു, പുതിയ പുതിയ കാര്യങ്ങൾ. ബോട്ടിലൊക്കെ ആർട്ട് ചെയ്യാനും ഒക്കെ പഠിച്ചു. അപ്പോൾ കുഞ്ഞുങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ എബിലിറ്റീസ്, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു പേരൻറ്റിന് സുഖമായി സാധിക്കും എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ആയിരിക്കണം, അതേസമയം എന്ത് ചെയ്യണം, കുട്ടിക്ക് വേണ്ടുന്ന പിന്തുണ നൽകുകയും വേണം. അപ്പോൾ എന്ത് ഉണ്ടാവും, ഒരു ഇമോഷണലി വൈകാരികമായി അവർ സുരക്ഷിതരാണെന്ന് അവർക്കൊരു തോന്നൽ വരും. രഹസ്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 12-13 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രഹസ്യം മാത്രമേ ഉള്ളൂ കുട്ടിക്ക്. നമ്മളോടൊന്നും ഷെയർ ചെയ്യില്ല, പങ്കുവെക്കില്ല. പക്ഷെ നമ്മൾ എന്നും ഒരു സുഹൃത്തായി കൂടെ ഉണ്ട് എന്ന ഒരു ബോധ്യം കുട്ടിയിലുണ്ട് എങ്കിൽ, അത് നമുക്ക് ആ ഒരു ബോധം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഈ കുഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, നമ്മളോട് ഷെയർ ചെയ്യും. നമ്മളിലെ സുഹൃത്ത് പിരിച്ചാൽ എന്താണ്, നല്ല ഹൃദയമുള്ളവൻ എന്നുള്ളതാണ്, അല്ലേ. ചങ്കിൻ്റെ പാതി ചങ്ങാതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മൾ ആയിരിക്കണം നമ്മുടെ മകനോ മകളോ പറയാം, എൻ്റെ ചങ്ക് എൻ്റെ അമ്മയാണെന്ന് പറയാം, അല്ലെ അച്ഛനാണെന്ന് പറഞ്ഞാൽ. അച്ഛൻ എപ്പോഴും പുറത്താണല്ലേ. അച്ഛന്മാരെയൊക്കെ നമ്മളിങ്ങനെ അമ്മയാണ് എപ്പോഴും നമ്മൾ മഹത്വവൽക്കരിക്കുന്നത്. അച്ഛനൊരു പരുക്കനായ സാന്നിധ്യമാണ്, അല്ലേ, പരുക്കൻ സ്വഭാവക്കാരൻ. അങ്ങനെയല്ല ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ കുറേ കൂടി ഫ്രണ്ട്ലിയാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടി ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല. തെറ്റെന്ന് പറഞ്ഞാൽ എന്താണ്, അവനവനും കുടുംബത്തിനും സമൂഹത്തിനും ദോഷകരമായ കാര്യങ്ങൾ ചെയ്യില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു പക്ഷേ ചില വൃത്തികെട്ട വാക്കുകളൊക്കെ അവർ പഠിക്കുന്ന എപ്പോഴാണ്, പുറത്തോട്ട് പോകുമ്പോഴാണ്, പുറം ലോകത്തോട്ട് ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. വേണ്ടാത്ത കാര്യങ്ങൾ കുറേ ഇങ്ങ് കൊണ്ടുവരും. അപ്പം അത് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാം,
തിരുത്താം. എങ്ങനെയുള്ള പേരൻ്റ് ആണെങ്കിൽ? ഈ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻ്റ് ആണ്. മറ്റേ അതോറിറ്റേറിയൻ പേരൻ്റ് ആണെങ്കിൽ പേരൻ്റ് പറയുമ്പോഴേ അവൻ ഇത് മനസ്സിൽ വെച്ചേക്കും ഈ കുട്ടി. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പം ഇതല്ലാതെ പുറത്തു വരും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇവൻ്റെ ആത്മാഭിമാനം നശിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല. അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുക, അല്ലെങ്കിൽ മുത്തശ്ശൻ പറയും, മോനെ അതങ്ങനല്ല, ഇതിങ്ങനെ ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആ കുഞ്ഞിന് കഴിയും. അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ, ഒരുപാട് നിയന്ത്രണങ്ങളില്ലാതെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവൻ്റെയോ അവളുടെയോ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഏതാണ്ടൊരു ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ചില അഫെയറും കാര്യങ്ങളൊക്കെ വരും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും നമുക്കറിയാം. പക്ഷെ നമുക്കത് വളരെ വളരെ ശാസ്ത്രീയമായി, വളരെ സ്നേഹപൂർവ്വം, സൗഹാർദ്ദപരമായി അത് ഡീൽ ചെയ്യാൻ പറ്റും. ഇത് വളരെ സ്വാഭാവികമാണ് കുഞ്ഞെ. നമുക്ക് ഇപ്പം നിനക്ക് അതിനുള്ള സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. നമുക്ക് ഒരു ലക്ഷ്യമുണ്ടല്ലോ, നിനക്ക് കുറേ സ്വപ്നമില്ലേ? നീ പോലീസ് ഓഫീസർ ആവണമെന്നല്ലേ പറഞ്ഞത്, ഡോക്ടർ ആവണമെന്നല്ലേ പറഞ്ഞു, അല്ലെങ്കിൽ സിവിൽ സർവൻറ്റ്, അല്ലെങ്കിൽ ടീച്ചർ ആവണമെന്നല്ലേ പറഞ്ഞു, സോഷ്യൽ വർക്കർ ആവണമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതിന് നീ ഇങ്ങനെ ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കൊണ്ട് നിനക്ക് പറ്റില്ല. നീ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. എന്നിട്ട് അന്നും അവർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലാതെ നമ്മൾ ഭേദ്യം ചെയ്യാൻ പോയാൽ കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക നയത്തിലൂടെ ആകണം. അല്ലാതെ അനുനയിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് ബോധ്യം വരുത്തുക എന്നുള്ളതാണ് വേണ്ടുന്നത്. അപ്പം അങ്ങനെയുള്ള കുട്ടി എപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടിയായിരിക്കും. നമ്മൾ ചില വീടുകളിലൊക്കെ നോക്കിയാൽ കാണാം, ഈ ചില വീടുകളിൽ ഈ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടാവും, ഒരു ചടങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആൺകുട്ടികൾ വന്ന് പന്തലിടാനും വിളമ്പാനും ഒക്കെ നിൽക്കുന്നത് ഇത്തരം പേരൻസിൻ്റെ മക്കളാണ്. അവർക്ക് തോന്നും, ഇതെൻ്റെയും കൂടി വീടാണ്. ചിലപ്പോൾ അയൽപക്കത്തുള്ളൊരു വീട്ടിലെ ഒരു ആവശ്യത്തിനായിരിക്കും ഓടി വരുന്നു. ഒരാൾ കറങ്ങി വീണാൽ ഓടി വരുന്നു. ഒരാൾ സൈക്കിളിൽ ചുമടുമായിട്ട് ഇങ്ങനെ കയറാൻ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ അവൻ്റെ പേരൻസ് അത്രയും നല്ല മൂല്യമാണ് അവന് പകർന്നു കൊടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. വഴിയിൽ ഒരു പൂച്ച ചത്ത് കിടന്നു, അപ്പോൾ അത് എടുത്ത് കുഴിച്ചിടാൻ ഒരു പയ്യനത് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്ന മൂല്യമാണ്, ഇത്തരത്തിൽ ഉണ്ടാകുന്ന മൂല്യമാണ്. അല്ലാത്ത ആളത് മൈൻഡ് ചെയ്യാതെ പോകും. വളരെ സഹകരണ മനോഭാവമുള്ള ഒരു കുഞ്ഞായി അവൻ വളരും. ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഏറ്റെടുത്ത് നടത്താനും കഴിയും. ഇനി വേറൊരു തരം പേരൻസ് ഉണ്ട്, അവർ പെർമിസീവ് ആണ്. ഇപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞ എന്താണ് അതോറിറ്റേറിയൻ, രണ്ടാമത് അതോറിറ്റേറ്റീവ് പറഞ്ഞു. ആധികാരികവും, ആധിപത്യ മനോഭാവം ആധികാരികമാണ് നമുക്ക് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പെർമിസീവ് ആയിട്ടുള്ള പേരൻസിൻ്റെ പ്രശ്നം വെച്ചാൽ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ എന്ന് പറയും. അങ്ങനെയുള്ളവരല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? എന്തായാലും ഒരു പ്രശ്നവുമില്ല. പെർമിസീവ്, PRMISSIVE. ഇപ്പോൾ പെർമിസീവ് പേരൻറ്റിങ് ഒരിക്കലും ആശാസ്യമല്ല. കാരണം ഈ അതോറിറ്റേറിയൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ആധിപത്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താണ്? സ്വതന്ത്രമായിട്ട് കുട്ടിക്ക് എന്തും ചെയ്യാമെന്നുള്ളത്. ഞാൻ ഒരുപാട് കുട്ടികളെ അത്തരത്തിൽ ഇപ്പോഴും കാണാറുണ്ട്. പെൺകുട്ടികളെ ഉൾപ്പെടെ കാണാറുണ്ട്. ആൺകുട്ടികളെ മാത്രമല്ല, രണ്ട് വിഭാഗത്തിലുള്ളവരും അത്തരത്തിൽ പെരുമാറുന്നത് കാണാറുണ്ട്. അവർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ടാണ് ഈ നമ്മൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, രാത്രി കാലങ്ങളിൽ മൊബൈൽ യൂസ് ചെയ്യുന്നു. അവിടെ എന്തുകൊണ്ട് നമ്മുടെ ഒരു റെസ്ട്രിക്ഷൻ വന്നില്ല എന്നുള്ള, നിയന്ത്രണങ്ങൾ വേണ്ടിടത്താകാം. അപ്പം അതെന്തുകൊണ്ട് നമുക്കവിടെ പറ്റിയില്ല? കാരണം അമ്മയും അച്ഛനും മൊബൈലിലാണ്. അതാണ് പ്രശ്നം. എല്ലാവരും, കാര്യം സർവേന്ദ്രിയാണാം നയനം പ്രധാനം എന്നാണ്. എല്ലാ ഇന്ദ്രിയങ്ങളിലും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാലും നമുക്ക് കഴിക്കാനുള്ളൊരു സുഖം കിട്ടില്ല. വായ അവിടെ തന്നെയുണ്ട്, നാവ് അവിടെയുണ്ട്, പല്ലുമുണ്ട്, ഉമിനീരുണ്ടാകുന്നുണ്ട്, വിശപ്പുമുണ്ട്. പക്ഷെ നമുക്ക് കഴിക്കാനൊരു സുഖമില്ല. എന്താണ് കാരണം? കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കണ്ടു കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്. ബീട്രൂട്ടിൻ്റെ കിച്ചടി പോലല്ല പൈനാപ്പിൾ, അതുപോലല്ല വെള്ളരിക്ക, അല്ലേ? ഇപ്പോൾ ഓരോന്നിനും ഓരോ നിറവും. നമ്മുടെ സദ്യയൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ നയനം നമ്മളെ എത്തിക്കുന്ന ഒരുപാട് ചതിക്കുഴികളുമുണ്ട്, നല്ല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ മൊബൈൽ എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ ഫാമിലി മെമ്പറായിട്ടൊരു പേര് കൊടുത്ത് ഇരുത്തേണ്ട ആളാണിത്. ഇതില്ലാതെ നമുക്ക്, ഞാൻ ഈ പറയുന്ന എനിക്കും
ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ ഭയങ്കരമായി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഇതിലൂടെയാണ്. അപ്പോൾ പെർമിസീവ് പേരൻസിന് കുട്ടിയെ ചോദ്യം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പേരൻറ്റിനും ഒരുപാട് ദുശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കുട്ടിയെ ചോദ്യം ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ പേരൻറ്റിന് സ്വഭാവ വൈശിഷ്ട്യം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെ തന്നെ 1-2 സ്റ്റുഡൻസ് അവർ പറഞ്ഞിട്ടുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഇവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളാണ്. അപ്പോൾ കുട്ടിയുടെ വഴിയേ പോകും. അതാണ് പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു റൂളില്ല, ഒരു സ്ട്രക്ചർ, ഒരു ഘടനയില്ല, ഒരു നിയമമില്ല വീടിന്. രാവിലെ എഴുന്നേറ്റ് അതേപടി എപ്പോഴെങ്കിലും ആയിരിക്കും എഴുന്നേൽക്കുന്ന ഈ കുട്ടികൾ. നോക്കിയാലറിയാം, ഒരു 10-11 മണി വരെയൊക്കെ കിടന്നുറങ്ങി രാത്രി 2 മണി വരെയൊക്കെ 2-3 മണി വരെ ഇരുന്ന് ചാറ്റ് ചെയ്ത്. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ നമുക്കൊരു ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂർ, അത്താഴം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഉറക്കം വരേണ്ടതാണ്. ഇവർ കഴിക്കുന്നത് തന്നെ 10-11 മണിക്കാണ്. 8 മണിക്ക് മുന്നേ അത്താഴം കഴിയേണ്ടതാണ് അല്ലേ? അപ്പോൾ അതൊന്നും ചെയ്യാതെ ആ റുട്ടീൻ മുഴുവൻ മാറ്റി നമ്മുടെ ദിനചര്യയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നു. ഉറക്കം വരുമ്പോഴും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഉറങ്ങാതിരിക്കുന്ന കുട്ടിയും അതുപോലെ ഇരിക്കുന്ന പേരൻറ്റും. അപ്പോൾ രണ്ടുപേരും നീ നിൻ്റെ വഴി ഞാൻ എൻ്റെ വഴി എന്ന അവസ്ഥയാണ് പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അച്ഛനോടൊന്നില്ല, അമ്മയോടൊന്നില്ല, ടീച്ചറോടൊന്നില്ല, സമൂഹത്തിലെ മറ്റ് മുതിർന്ന വ്യക്തികളോ അല്ലാത്തവരോ ആയിട്ടുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാതെ വരും. വികാരങ്ങളുടെ മേലെ നിയന്ത്രണമില്ലാതെ വരും. വയലൻസ് ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലേ? ഇല്ലേ? കാണുന്നില്ലേ? അതിക്രമങ്ങൾ വർദ്ധിക്കുകയല്ലേ? നമ്മൾ എത്ര പേരുടെ മക്കൾ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിളിച്ചാൽ വരും? അറിഞ്ഞെത്ര പേര് വരും? ഇത് നാടിൻ്റെ ഉത്സവമാണല്ലേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സത്രമാണ് നടക്കുന്നത്. എത്ര 18 വയസ്സിന് താഴെയുള്ളവർ ഇവിടെയുണ്ട്? മോളുണ്ടല്ലേ? 18 വയസ്സിന് താഴെയുള്ള എത്ര പേരിവിടെ ഉണ്ട്? ഒരു കുഞ്ഞി മുന്നിൽ ഇപ്പോൾ ദേ ഒരാൾ നടന്നു വരുന്നു. കുറവാണ്. 18 വയസ്സ് വരെ ചൈൽഡ് ആണെന്നാണ് മോഡേൺ സൈക്കോളജി പറയുന്നത്. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് 18 വയസ്സ് വരെ കുട്ടിയാണെന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്, കുട്ടികൾ എത്ര പേര് ഇവിടെ ഉണ്ട്? ഇപ്പം 2 പേരെ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കാണാം. മറ്റുള്ളവരെവിടെ പോയി? ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ മറ്റു കുട്ടികൾ, ഈ പ്രദേശത്തെങ്ങും കുട്ടികളില്ലേ? ആ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി? ഇവിടെ വന്നിരുന്ന് ഒരുപാട് മഹത്തുക്കൾ വന്ന് പോകുന്ന വേദികളാണല്ലേ. ഇപ്പോൾ ഇവർക്ക് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന കഥകളും വലിയ നല്ല സന്ദേശങ്ങളൊക്കെ ഒന്നെങ്കിലും ചെവിയിൽ വീണാൽ അത് അവിടെ കിടക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വന്നില്ല, അവരെവിടെ പോയി എന്നുള്ളൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട. ക്ഷേത്രം ഈ പറഞ്ഞ പോലെ നേരത്തെ പ്രഭാഷക ശ്രീമതി രമ്യ പറഞ്ഞതുപോലെ വഴിപാട് ആരെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന വഴി ഇത് ഇത്ര അങ്ങോട്ട് ഭണ്ഡാരത്തിലിട്ടോന്ന് പറഞ്ഞ് ഭഗവാൻ പിരിവിനിരിക്കുവാണല്ലോ ഇവിടെ. പുള്ളിയുടെ കയ്യിൽ രസീതിൻ്റെ കുറ്റിയുണ്ട്. ഇന്ന ആൾ ഇത്ര രൂപ ഇട്ടു, അതുകൊണ്ട് അവർക്ക് ഇത്ര അനുഗ്രഹം എന്ന് വെച്ചാൽ അനുഗ്രഹം ഇങ്ങനെ പല പാക്കറ്റുകളിലായിട്ട് വെച്ചിരിക്കുകയാണോ ഭഗവാൻ? ഇന്ന ആൾക്ക് ഇത്ര, അതിങ്ങനെ കണക്ക് നോക്കിയിട്ടാണോ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. ക്ഷേത്രത്തിന് ഒരു സാംസ്കാരിക ഭൂമിയും അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഇൻട്രാക്ഷന് വേണ്ടിയുള്ളൊരു സ്ഥലം കൂടിയാണ് അല്ലേ? ഒരു ദേവ സാന്നിധ്യമുള്ള ഭൂമിയാണ്. ഇവിടെ വന്നാണ് നമ്മൾ സമൂഹവുമായി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളൊന്നും വരില്ല. ഈ പെർമിസീവ് പേരൻ്റ് ഉണ്ടല്ലോ, അഴിച്ചുവിടുന്ന പേരൻ്റ് എന്ന് പറയില്ലേ, വരില്ല. അവരും വരില്ല, കുട്ടിയും ഇല്ല. ഭഗവതി പറഞ്ഞിട്ടില്ല നിങ്ങൾ പൊങ്കാല ഇടാൻ. ഭഗവതി ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ ഇട്ടില്ലെങ്കിലും ഭഗവതി ഇത് വെച്ചിട്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്? അല്ലെ ജഡ്ജ് ചെയ്യാനാണോ ഇരിക്കുന്നത്? വിധി ന്യായം പുറപ്പെടുവിക്കാനാണോ ഇരിക്കുന്നത്?
അപ്പം ഇങ്ങനെയുള്ള വലിയ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്ന ചില പേരൻസ് ഉണ്ട്. അത് കണ്ടാണ് കുട്ടി പഠിക്കുന്നത്. അപ്പം അവർക്കെന്താ? നമുക്കറിയില്ലാത്ത കാര്യങ്ങളൊക്കെ നിന്ദ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണിത്. അങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ് റിബല്യസ് ആയിട്ട് ദേഷ്യം വരുമ്പോൾ. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അയാളുടെ അച്ഛൻ വല്ലാണ്ട് മദ്യപിക്കും. ഈ പറഞ്ഞ പെർമിസീവ് പേരൻ്റാണ്. വല്ലാണ്ട് മദ്യപിച്ച് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരിക്കൽ മദ്യപിച്ച് അമ്മയെ തല്ലിയപ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്യുന്നറിയോ, ഇവന് ദേഷ്യം വന്നിട്ട് താഴെ കിടന്നൊരു ചെരുപ്പെടുത്തൊരു ഒറ്റ അടി കൊടുത്തു. അച്ഛനാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ആ പശ്ചാത്താപം ഉണ്ടായി. ഞാനിങ്ങനെ ചെയ്തു, അത് ആരോടാണ് ചെയ്തത്? അച്ഛനോട്. ആ ബോധം അച്ഛനും ഉണ്ടായില്ല. അമ്മയെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ മകൻ ആത്മഹത്യ ചെയ്തു, എൻ്റെ സ്റ്റുഡൻറ്റ്. കാരണം ഞാൻ അച്ഛനെ തല്ലി എന്നുള്ളതാണ്. അവന് പറയാൻ ആരും ഉണ്ടായില്ല. ഒരു നിമിഷത്തെ ആ അച്ഛൻ്റെ സ്വഭാവ വൈചിത്ര്യം കൊണ്ടാണ് ആ മകന് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ്. അത് ഈ പെർമിസീവ് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഫൈൻ എക്സാമ്പിളാണ്. ഇത്തരം കുട്ടികൾ ആൻറ്റി സോഷ്യൽസായിട്ട് മാറും. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട്. അത് നിങ്ങൾക്ക് എത്ര അറിയാമെന്ന് അറിയില്ല. ഞാൻ അത്തരത്തിലുള്ള പെൺകുട്ടികളെ ഒരുപാട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. എക്സ്ട്രീമായിട്ട് അതൊരു 8ാം ക്ലാസ്സിലൊക്കെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. ഇന്നത്തെ അവസ്ഥയാണ് പറയുന്നത്. ഈ പെർമിസീവ് പേരൻറ്റിന് ഇതൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല. അതോറിറ്റേറ്റീവ് പേരൻറ്റിന് കണ്ടെത്താൻ പറ്റും. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, ആ അച്ഛനും അമ്മയ്ക്കും അത് കണ്ടെത്താൻ പറ്റും. കാരണം അവർ ശ്രദ്ധാലുക്കളായിരിക്കും. മകളുടെ അല്ലെങ്കിൽ മകൻ്റെ ചെറിയൊരു മാറ്റത്തെ പോലും കണ്ടെത്താൻ, തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കും. ഞങ്ങളുടെ അവിടെ ഞാൻ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റൈൽ, അത്യാവശ്യം നല്ല ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു. അവിടെ പ്രായമായൊരു അച്ഛനും അമ്മയും ആണ്. അപ്പോൾ അവരുടെ ഒരു ദിവസം ഞാനവിടെ എന്തോ വാങ്ങാനായിട്ട് നിൽക്കുമ്പോൾ അവരുടെ മകൻ വരുന്നുണ്ട്. ഒരു ബുള്ളറ്റ് ഓടിച്ചാണ് വരുന്നത്. അയാൾ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ട് ഈ മകൻ. അച്ഛനും അമ്മയ്ക്കൊരു 70-80 വയസ്സിനടുപ്പിച്ച് പ്രായമുണ്ട്. അവരാണ് ആ ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ ഈ മകൻ വരുന്നു, പൈസ വാങ്ങുന്നു, പോകുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു, ഇയാൾ ഇങ്ങനെ വെള്ളം അടിച്ച് ഇയാൾ ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്താവും. കുറച്ച് കാലം കഴിഞ്ഞ് നോക്കിയപ്പോൾ അയാളുടെ ഫോട്ടോ ആ കടയിൽ വെച്ചിരിക്കുന്ന കണ്ടു. ഇപ്പോൾ ആ കട അടച്ചുപോയി. കാര്യം ഈ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എത്രയോ കോടി രൂപയുടെ അവരുടെ സ്വന്തം ബിൽഡിങ്ങാണ്. അപ്പോൾ ഉള്ളത് നശിപ്പിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ഈ പെർമിസീവ് പേരൻസിൻ്റെ മക്കൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സമീപനം നമുക്കുണ്ട് എങ്കിൽ കുട്ടി എന്തും ചെയ്തോട്ടെ, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്താണ്? നമ്മളിൽ ശരിയില്ലാത്തത് കൊണ്ടാണ്, നമ്മളിൽ ശരി കുറവായതുകൊണ്ടാണ്. കുട്ടി തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കുടുംബത്തെ എത്തിച്ചിട്ട് കുടുംബം ഇമ്പം കുടുംബം എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഒരു പ്രശസ്തനായ ഒരു ഡോക്ടർ, ഞാൻ നേരത്തെ ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹവും മകനും തമ്മിൽ വലിയ വഴക്കായിരുന്നു എപ്പോഴും വീട്ടിൽ. ഇവർ തമ്മിൽ വഴക്ക് കൂടുതലായിട്ട് ഈ ഡോക്ടർ പോലീസിനെ വിളിച്ച് പറഞ്ഞു ഇവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. പോലീസ് വന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മകൻ ഇൻകം ടാക്സുകാർക്ക് അച്ഛന് ഇവിടെ പ്രാക്ടീസ് ഉണ്ടെന്നും പറഞ്ഞ് അവനും നല്ല ഇത് ചെയ്തിട്ടാണ്, ഉപകാരം ചെയ്തിട്ടാണ് പോയത്. പെർമിസീവ് പേരൻറ്റിങ് ആകരുത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ മക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം. ഒരു പ്രായം വരെ വലിയധികം രഹസ്യമൊന്നും മക്കൾക്ക് വേണ്ട, കുറച്ചൊക്കെ നമ്മൾ അറിയണം കാര്യങ്ങൾ എന്ന് പറഞ്ഞു അതോറിറ്റേറിയൻ ആവരുത്. നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും കുതിര കയറാൻ പോയാൽ കുട്ടികൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഒരു മീഡിയം അവസ്ഥയിലാണ് കൊണ്ടുപോകേണ്ടത്. ഒരു കറി വെച്ച് ഒരുപാട് ഉപ്പ്, ഒരുപാട് പുളി, ഒരുപാട് എരിവാണെങ്കിൽ കഴിക്കുമോ? ഇല്ല. തീരെ ഉപ്പുമില്ല, പുളിയില്ല, എരിവില്ല, അതും കഴിക്കില്ല. എങ്ങനെയാണോ നല്ലൊരു കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ ബന്ധങ്ങളിലും ആകേണ്ടത്. ഇനിയൊരു ടൈപ്പ്, 4ാമത്തെ ടൈപ്പ്, ഞാൻ നെഗ്ലക്റ്റ്ഫുൾ പേരൻസ്. നെഗ്ലക്റ്റ് ചെയ്യുക. ഇതെനി എൻ്റെ കുട്ടിയാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ.
മുഴുവൻ നേരവും മദ്യസേവയുമായി നടക്കുന്ന അച്ഛൻ, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അമ്മമാരുണ്ട്, കറുപ്പ് ഉപയോഗിക്കുന്ന അമ്മമാരുണ്ട്. നമ്മുടെ കേരളത്തിലെ മാത്രം ഇതല്ല പറയുന്നത്, മുഴുവൻ ഇന്ത്യയിൽ അങ്ങോളം അല്ലെങ്കിൽ ലോകമെമ്പാടും. അപ്പോൾ അവർക്കിത് ഒരു കുട്ടി നമ്മുടേതാണ്, എൻ്റെ രക്തത്തിലുള്ളതാണെന്നുള്ളൊരു തോന്നലില്ലാതെ ജീവിക്കുന്ന, അവർക്ക് ഒരു സ്ട്രക്ചറും കുടുംബത്തിന് കാണില്ല. ആരെതിലെ പോയെന്ന് ആർക്കും അറിയില്ല. അവരുടെ മക്കളെ പറ്റി പ്രത്യേകിച്ച് ഇനി പറയണ്ടല്ലോ. തൊട്ടു മുന്നേ പറഞ്ഞ പെർമിസീവ് പേരൻസിനേക്കാൾ മോശമാണ് അവരുടെ മക്കൾ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും, വളരെയധികം എന്താവും, വിഷാദ രോഗത്തിന് അടിമകളായിരിക്കും, ബന്ധങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാത്തവരായിരിക്കും. ബന്ധങ്ങൾ, അച്ഛൻ അമ്മ അല്ലെങ്കിൽ അനിയത്തി അനിയൻ, ഇങ്ങനെയുള്ള യാതൊരു കാര്യത്തിന് ഒരു വിലയും കൊടുക്കാത്ത കുട്ടികളായിരിക്കും. വളരെ ആൻറ്റഗണിസ്റ്റിക് ആയിട്ട്, വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി മാത്രം ഓരോന്ന് എറിഞ്ഞ് പൊട്ടിക്കുക, വീട്ടിലെ വസ്തുക്കളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുക, വീട് അടിച്ചു വേറെ വല്ലവരുടെയും വീട് ആക്രമിക്കുക. ഇപ്പോഴത്തെ കുട്ടികളെ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പോകുന്നത് ഈ നിഗ്ലക്റ്റ്ഫുൾ. ഇനി നമ്മൾ ആ പേരൻറ്റിനെ വിളിച്ച് പറഞ്ഞാലോ? നിങ്ങളുടെയൊക്കെ മക്കളോട്, ചെറുമക്കളോട് ചോദിച്ചാൽ മതി, അവരുടെ ക്ലാസ്സിലുണ്ടാവും ചില കുട്ടികൾ ക്ലാസ്സിലേ വരില്ല, ടീച്ചർ വിളിച്ച് വിളിച്ച് മടുത്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ടീച്ചർ പേരൻറ്റിനെ വിളിക്കുമ്പോൾ പേരൻ്റ് കുട്ടിയുടെ കൂടെ നിന്ന് കള്ളം പറയും. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് 18 അതിന് താഴെയുള്ള എത്ര കുഞ്ഞുങ്ങളിവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത്. 25 അകത്തുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും ഇല്ല. ഒരാളുണ്ട്. അപ്പോൾ 18 താഴെയുള്ള 2 പേർ, 25 ഉള്ളിലുള്ള ഒരാൾ. സത്രവേദികളിലെ പ്രഭാഷണങ്ങൾ അവർക്കും കൂടിയുള്ളതാണ്, യുവതലമുറയ്ക്കും കൂടിയുള്ളതാണ്. അവരാണ് നാളെയുടെ പൗരന്മാർ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? അവരല്ലേ ഈ പ്രദേശത്തിൻ്റെ സമ്പത്ത്, അവരല്ലേ ഈ ക്ഷേത്രത്തെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവർ. നമ്മളൊക്കെ ഏകദേശം ജീവിതത്തിൻ്റെ മുക്കാലും കഴിഞ്ഞിരിക്കുന്നവരാണ്. നമുക്ക് സന്തോഷമാണ്, നമ്മുടെ സന്തോഷം കൊണ്ടാണ് ഇത് ഇത്രയും ചൈതന്യപൂർണ്ണമായി നടത്താൻ നമുക്ക് കഴിയുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതില്ലേ? ഈ കഥകളൊക്കെ നമ്മൾ മാത്രം കേട്ടാൽ മതി. എത്ര സപ്താഹങ്ങൾ നടക്കുന്നു, എത്ര സാംസ്കാരിക കൂട്ടായ്മകൾ നടക്കുന്നു, അവിടെ എത്ര യുവജനങ്ങൾ പങ്കെടുക്കുന്നു? അതൊരു ചോദ്യമാണ്, നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലുള്ളവരെ പരിവർത്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എങ്കിൽ മാത്രമേ ആധ്യാത്മികമായ ചിന്തകളും ആ ചൈതന്യവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുള്ളൂ. അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് രക്ഷാകർതൃത്വത്തെ ഏറ്റെടുക്കുന്നത്? ഈ ആധിപത്യം, ആധികാരികം, പിന്നെ പറഞ്ഞ പെർമിസീവ് ആൻഡ് നിഗ്ലക്റ്റ്ഫുൾ, അതോറിറ്റേറ്റീവ്, പെർമിസീവ് ആൻഡ് നിഗ്ലക്റ്റ്ഫുൾ. ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നല്ലൊരു പേരൻ്റ് ആവേണ്ടത്? അത് നമ്മുടെ ഒരു കർത്തവ്യമാണോ, ഉത്തരവാദിത്തമാണോ? അതെത്ര കാലം നമ്മൾ ചെയ്യണം? എന്നാണ് പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് പറയാമോ? എപ്പോഴാണ് നമ്മൾ രക്ഷാകർത്താവാകുന്നത്? ഇപ്പം ഇല്ല. പറയൂ. എന്തോ? ഗർഭകാലം തൊട്ട്. വളരെ ശരിയായ ഉത്തരവാണത്. ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭത്തിൽ സ്വീകരിക്കുന്ന ആ നിമിഷം പോലും പ്രാർത്ഥനാപൂർവമായിട്ടായിരിക്കണം സൽസന്താനമുണ്ടാകുക എന്ന് പറയുന്നത്. ആ കാലം മുതൽ നല്ല ചിന്തകളോടുകൂടി തന്നെ ആകണം രക്ഷാകർതൃത്വം നിർവഹിക്കേണ്ടത്. കാരണം എന്താണ്? ഗർഭം ധരിച്ച് 6ാമത്തെ ആഴ്ച തൊട്ട് ഇതിനകത്ത് ഒരു സംഗതി ഞാൻ കൊച്ചിൽ വെച്ച് തലയിൽ ചോറ് ഇങ്ങനെ നിറച്ചിട്ടുണ്ട്. തലച്ചോറ്. ഞാൻ കുട്ടിയായിരിക്കും വിചാരിച്ചതാ ചോറെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ചോറാണെന്ന് വിചാരിച്ചു. എന്തായാലും ഈ ചോറ് ഉണ്ടായി തുടങ്ങുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സംഗതി, സുഷുമ്നാ നാഡി അല്ലെങ്കിൽ ഉണ്ടാകുന്നത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗർഭം ധരിച്ച് 6ാമത്തെ ആഴ്ച കഴിഞ്ഞാൽ 1 മാസവും പിന്നെ 2 ആഴ്ചയും ആകുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 8ാമത്തെ ആഴ്ച തൊട്ട് ഇതിനകത്ത് ഇലക്ട്രിക്കൽ ഇമ്പൾസ്
ഓടിത്തുടങ്ങുക. നമ്മൾ ഈ കൈ മുട്ടൊക്കെ ചെന്നവരുടെ തിടിയുമ്പോൾ തോന്നില്ലേ? അതുപോലെ നമ്മുടെ ബോഡിയിലൊക്കെ ഈ കുഞ്ഞ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇത് തുടങ്ങുന്ന 8ാമത്തെ ആഴ്ചയിൽ തുടങ്ങുകയാണ്. അമ്മയുടെ ചിന്തകളെല്ലാം കുഞ്ഞിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അമ്മയുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട്. എൻ്റെ ചില സ്റ്റുഡൻസിനോടൊക്കെ അവർ പിൽക്കാലത്ത് വലിയ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ പറയും, ടീച്ചർ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞാൻ പറയും, ആ കുഞ്ഞിനോട് നീ സംസാരിക്കണം. കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കണം, നമ്മുടെ ഹസ്ബൻഡ് സംസാരിക്കണം, മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കണം. വയറിങ്ങനെ വലുതായി വലുതായി വരുമ്പോൾ പുറത്ത് ചെന്ന്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ മക്കളെ എപ്പോൾ വരും, എപ്പോൾ കാണാം നമുക്ക് എന്നൊക്കെ ചോദിക്കണം. ഹാപ്പി ചൈൽഡിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഭൂമിയിലേക്ക്. ഞങ്ങളുടെ ഒരു മാഡം ഉണ്ടായിരുന്നു, ജിബി ഗീവർഗീസ് എന്നായിരുന്നു, BEd ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പം മാം പറയും, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ പെൺകുട്ടികളെ ഇത് വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നരുത് എന്ന് പറയും. ഓ എനിക്ക് ഈ കുഞ്ഞ് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാര്യം അമ്മയ്ക്ക് തന്നെ ഇത് സ്വയം എന്ത് തോന്നുന്നു? ഇത് വേണ്ടായിരുന്നു, എനിക്കിപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുക. അതേസമയം അമ്മ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഗർഭകാലത്ത് മുന്നോട്ട് പോകും. നല്ല പാട്ടൊക്കെ കേട്ട്, നല്ല സിനിമയൊക്കെ കണ്ട്, ചിരിച്ച്. ചിലർ പറയും, അയ്യോ ഞാൻ തലേ ദിവസം പോലും തിയേറ്ററിലായിരുന്നു എന്ന് പറയും. നല്ല സന്തോഷിച്ച് പോയിട്ടാണ് അവർ ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ കുഞ്ഞ് എന്നൊരു ഹാപ്പി ചൈൽഡായിരിക്കും. മറ്റുള്ളവരിലേക്കും ആ സന്തോഷം പകർന്നു കൊടുക്കാൻ ആ കുഞ്ഞിന് സാധിക്കും. അപ്പോൾ പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? മാഡം പറഞ്ഞ പോലെ ഗർഭകാലത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുക. അഭിമന്യുവിൻ്റെ കഥ നമുക്കറിയാലോ അല്ലേ? എന്താണ്? ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുന്നത് എങ്ങനെയെന്ന് പഠിച്ചത് എവിടെ ഇരുന്നിട്ടാ? ഗർഭത്തിലിരുന്നിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അതാ ആ ഗർഭകാലത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുട്ടി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഡിഷാൻറ്റിനെ മാത്രമേ, നമുക്ക് ദൈവം തന്ന ഡിഷാൻറ്റിനെയാണിത്. ഇതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനീ പറയുന്നതിൽ വേണ്ടുന്ന കാര്യം മാത്രം രജിസ്റ്റർ ചെയ്യും, ബാക്കിയൊക്കെ എന്ത് ചെയ്യും? വേണ്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെ, ദഹിക്കുന്ന പോലെ ഇതൊക്കെ അങ്ങ് പോകും. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന് ഒരു മുതിർന്ന വ്യക്തിയുടെ ബ്രെയിനിൻ്റെ 25% കപ്പാസിറ്റിയാണുള്ളത്. അത് ഒരു വർഷം, ഒരു വയസ്സാകുമ്പോഴേക്കും 80% വരെ എന്താണ് ഡബിൾ അല്ല, എത്രയോ ടൈംസ് ആയിട്ടാണ് ഇത് വർദ്ധിക്കുന്നത്. 5 വയസ്സാകുമ്പോഴേക്കും 90% ബ്രെയിൻ വളർച്ചയാകുന്നു. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എല്ലാ അനുഭവങ്ങളും കുട്ടിക്ക് എന്താകും? അവൻ്റെ ക്യാരക്ടറിനെ, അവൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ വീട്ടിൽ ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധയോടെ ആയിരിക്കണം. ഇപ്പം അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാം. ഒരിക്കലും കഴിയുന്നതും സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എല്ലാവരും പറയും, ഞങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ഇത് തന്നെ ചെയ്യും. ഇത് ഞങ്ങളുടെ ഒരു സഹജമായ ശീലമാണ്. പണ്ട് ഒരു ഗുരുനാഥൻ തൻ്റെ 2 ശിഷ്യന്മാരെ അടുക്കള വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരു യാത്ര പോവുകയാണ്, ഇന്ന് പോവും, നാളെ വരും. അപ്പം ഞാൻ ഈ 2 മുറി, ഈ കഥ കേട്ടിട്ടുണ്ടോ? നീ ഈ മുറി എടുത്തോളൂ, നീ മറ്റേ മുറി എടുത്തോളൂ. ആനന്ദ് ഈ മുറി, അരവിന്ദ് ഈ മുറി. ഞാൻ വരുമ്പോഴേക്കും ഇത് നിറച്ച് വെക്കണം. കേട്ടിട്ടില്ലേ കഥ? മുറി നിറച്ച് വെച്ചിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പോയി. പിറ്റേന്ന് വൈകുന്നേരം വന്നു. ആനന്ദ് നോക്കിയപ്പോൾ നിറയ്ക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ആ ടൗണിലുള്ള ചവറ് കൂനകൾ കണ്ടു. എന്ത് ചെയ്തു? പെട്ടിയോട്ടോ വിളിച്ച് ചവറെല്ലാം പ്രൊക്യൂർ ചെയ്തു, അതെല്ലാം ശേഖരിച്ച് പല പല ഘട്ടങ്ങളിലായി 10,500 രൂപ കയ്യിൽ നിന്നും കളഞ്ഞു. ആ ഒരു മുറി നിറയെ ചവറ് നിറച്ചപ്പോൾ ഗുരുനാഥൻ വന്ന് തുറക്കുമ്പോൾ നിറഞ്ഞിരിക്കുമല്ലോ. അതേസമയം അരവിന്ദ് എന്ത് ചെയ്തു? ആ മുറിയെല്ലാം തൂത്ത് ഉടച്ച് ഗുരുനാഥൻ വരാൻ സമയമാകുന്നതിന് ജസ്റ്റ് മുന്നേ എന്ത് ചെയ്തു? ഒരു വിളക്ക് കൊളുത്തി വെച്ചു, ഒരു ചന്ദനത്തിരി കൊളുത്തി അങ്ങ് വെച്ചു.
2 മുറിയും നിറഞ്ഞോ? നിറഞ്ഞു. പക്ഷേ ഏതു മുറിയാണ് സുഗന്ധപൂരിതമായിരുന്നത്? മറ്റേ മുറിയെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്ന അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞിൻ്റെ തലച്ചോറെന്ന് പറയുന്ന ഈ മുറികളാണ്. നമ്മൾ കൊടുക്കുന്ന ഏതൊരു മോശം അനുഭവവും അവൻ്റെ ഉള്ളിൽ അവിടെ അടിഞ്ഞു കിടക്കും. അത് സുനാമി വരുന്നത് പോലെ ഡബിൾ ഫോഴ്സിൽ അത് തിരിച്ചു വരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ ഇടപെടാൻ. എന്ത് ചെറിയ ഒരു മെസ്സേജ് പോലും കുട്ടികൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്തെടുക്കും. ഞങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ജിബി എന്ന് പറഞ്ഞ ഞങ്ങളുടെ മാഡം പറയുമായിരുന്നു, കുട്ടികളെ നെഞ്ചത്ത് കിടത്തണമെന്ന്, കുഞ്ഞു വാവുകളായിരിക്കും. പ്രത്യേകിച്ച് അച്ഛന്മാരുടെ, അത് പിന്നെ പുരുഷൻ സ്ത്രീ എന്നുള്ള വിവേചനം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, അച്ഛന്മാരുടെ നെഞ്ചത്ത് കിടക്കുമ്പം എന്താണ് ധൈര്യശാലികളായി മാറുന്നത്. നമ്മുടെ നെഞ്ചത്ത് കിടന്നാലും ധൈര്യശാലികളായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ബുദ്ധി, ബുദ്ധിമാൻ, കലമാൻ, പൊന്മാൻ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമാൻ. ഇൻ്റലിജൻസ്, എന്താണ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസിനെ കുറിച്ച്, ബുദ്ധിയെക്കുറിച്ച് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ബഹുമുഖ ബുദ്ധി എന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് ഒരു വ്യക്തിക്ക് നമ്മളിങ്ങനെ പറഞ്ഞാൽ അവനെല്ലാം പഠിച്ചു, എല്ലാം കണക്കും ചെയ്തു, അവൻ ഭയങ്കര നല്ല ബുദ്ധിയുള്ള പയ്യനാണ് കേട്ടോ. സുശീലയുടെ മോനെ നല്ല ബുദ്ധിയുള്ളവനാണ്, അവന് ഫുൾ A+ ആണ്. ഇപ്പം അതിൻ്റെ കാലമാണ്. 2 ദിവസമായിട്ട് A+കളുടെ ഒരു കാലമാണ് അല്ലേ? നമുക്ക് ചുറ്റും ആളുകൾ ഒരുപാട് 8 തരത്തിലുള്ള ബുദ്ധിയാണ് പൊതുവെ പറയുക. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഒരു തിയറിയാണ്, ഗാർഡിനറിൻ്റെ തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അതിലൊരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയും, ഭാഷ പഠിക്കാനുള്ള ഇൻ്റലിജൻസ്. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ ഭാഷയോടാണ് താല്പര്യം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഭാഷ പഠിക്കാൻ ഇഷ്ടമാണ്. നമുക്കറിയാം, സ്കൂളിൽ പോയി കുറച്ച് കാലം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പുതിയ ഭാഷയൊക്കെ പിള്ളേരുടെ വായിൽ വന്നു തുടങ്ങും അല്ലേ? ഇപ്പം ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ചില ആളുകൾക്ക്, ഇപ്പം MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, സുഗതകുമാരി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവർ നമ്മളെപ്പോലെ മലയാളം അറിയുന്നവരാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു വസ്തുവിനെ വിവരിക്കാനും വളരെ സുന്ദരമായി കവിതകൾ എഴുതാനും അല്ലേ, മനോഹരമായ കവിതകൾ എഴുതാനും ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കുന്ന കഥകൾ എഴുതാനും ഒക്കെ കഴിവുള്ള ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്. അവർക്ക് ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. നിങ്ങളുടെ തന്നെ വീട്ടിലെ കുട്ടികളെ നോക്കിയാൽ ചിലപ്പോൾ കണക്കിന് മിടുക്കനായവൻ ഭാഷയ്ക്ക് ഒരു കണക്കായിരിക്കും. കാര്യം അവൻ എന്ത് ചെയ്യില്ല, ചിലവരെ പറ്റി പറയും ഇനി ഹിന്ദി അത്ര പറ്റുന്നില്ല, ഇംഗ്ലീഷ് പറ്റുന്നില്ല, കാരണം അവന് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കാണില്ല. രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അവർക്ക് കണക്കൊക്കെ നല്ല ക്വിക്കായിട്ട്, ഇപ്പം നിങ്ങളിൽ തന്നെ എത്രയോ പേര് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ? ഞാനും കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ എനിക്ക് ട്രിഗണോമെട്രി ഒരിക്കലും മനസ്സിലായിട്ടില്ല ജീവിതത്തിൽ. എന്തിനാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, തീറ്റ മാത്രമേ നമുക്കറിയൂ, മറ്റേ തീറ്റ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് ഈ മരട് ഫ്ലാറ്റൊക്കെ പൊളിച്ചപ്പോൾ വായിച്ചു ട്രിഗണോമെട്രി ആണ് അതിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. അല്ലാതെ അതുവരെയും ആ പ്രായം വരെ, എനിക്കിപ്പോൾ 46 വയസ്സായി, ഒരു 3 വർഷം മുന്നേ ആണ് തോന്നുന്നു മരട് ഫ്ലാറ്റ് പൊളിച്ചത്. അപ്പോഴൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തൊക്കെ അതുണ്ടോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം മാത്തമാറ്റിക്സ് എൻ്റെ വഴിയല്ല, എനിക്ക് ലോജിക്കില്ല. ഞാൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ ആദ്യത്തെ പറക്കലോടുകൂടി അത് തീർന്നേനെ. കാര്യം വെച്ചാൽ നല്ല മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് വേണം. അപ്പം ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷ പഠിക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ട്, കണക്ക് പഠിക്കാനുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. ചിലർക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട്. മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഭാഷണം ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, നല്ല പാട്ടൊക്കെ പാടി അല്ലേ? വിമൽജിയുടെ പ്രഭാഷണമൊക്കെ കേട്ടില്ലേ അല്ലേ? അത് മ്യൂസിക്കലാണ്, കേട്ടിരിക്കാൻ തന്നെ തോന്നും. ചെമ്പൈ സ്വാമിയുടെ പാട്ടുകൾ കേട്ടിട്ടില്ലേ? അപ്പം അത് ആ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് പെട്ടെന്നാണ് ABD എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കൊച്ചു പയ്യനാണ്, ഞാൻ യൂട്യൂബ് വിഷ്വൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം.
72 രാഗങ്ങളും ഒറ്റ വീഡിയോയിൽ അയാൾ പാടുന്നത് കാണി. കൊച്ചു പയ്യനാണ്. മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. എല്ലാവർക്കും അത് ഉണ്ടാവുമോ? എല്ലാവരും സംഗീതജ്ഞരാണോ? ആസ്വദിക്കാൻ നമുക്ക് പറ്റും. ചില ആളുകളുണ്ട് കാറിൽ പോകുമ്പോൾ ഒരു 5 കൂട്ടുകാർ ചേർന്ന് പോകുമോ, ഒരാൾ പാട്ടിടും, മറ്റോ പറയും ഓഫ് ചെയ്യണമെന്ന് പറയും. കാര്യം അവന് ഇതിനൊന്നും താല്പര്യമില്ല. കാര്യം അയാൾക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കുറവായിരിക്കും. അയാൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല, ആസ്വദിക്കാൻ പോലും പറ്റില്ല. പിന്നെ ചിലരുണ്ട് ബോഡിലി ഇൻ്റലിജൻസ്, കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയും. ഇപ്പോൾ സ്പോർട്സുകാരൊക്കെ അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് ഒക്കെ പെർഫോം ചെയ്യുന്നവർ, ഡാൻസ് ചെയ്യുന്നവർ, ഡാൻസ് ചെയ്യുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഭരതനാട്യത്തിന് തയ്യാറായി നിൽക്കുമ്പോൾ അവർക്കറിയാം ഞാൻ ഇത്ര പോയി ഇത്ര വരെ എൻ്റെ അടവ് അവിടെ വരെ പോകാവൂ, ഇന്ന ഫോർമേഷൻ ഞാൻ ഇവിടെ വന്നാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരെ ആ ടീച്ചർ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യും. കാര്യം കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് കൂടുതൽ ഉള്ള കുട്ടികളെ മാത്രമേ നമുക്കത്. എല്ലാ കുട്ടികൾക്കും ഡാൻസ് ചെയ്യാൻ പറ്റുമോ? എല്ലാ കുട്ടികളും സ്പോർട്സിൽ മിടുക്കന്മാരെല്ലാം സഞ്ജു സാംസൺമാരാണോ? നമുക്ക് അല്ല. അതാ പറഞ്ഞേ, ബുദ്ധി എന്ന് പറഞ്ഞാൽ പല തരത്തിലും പല തലത്തിലുമാണുള്ളത്. പിന്നെ സ്പേഷ്യൽ ഇൻ്റലിജൻസിന് ഒരു സംഗതിയുണ്ട്. സ്പേഷ്യൽ അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് എന്നും പറയും. ചിത്രം വരയ്ക്കുന്ന ആളുകൾ, രാജാ രവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? രാജാ രവിവർമ്മയെ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിളിമാനൂർ കൊട്ടാരത്തിൻ്റെ പിന്നിലുള്ള ഒരു മതിലിൽ, ഏതോ വെച്ചാൽ വലിയ വിശാലമായ കോമ്പൗണ്ടിലെ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ പിന്നിലുള്ള മതിലിൽ ഇങ്ങനെ കൽക്കരി കൊണ്ട് ചിത്രങ്ങൾ കോറിയിട്ടത് കണ്ട് അമ്മാവൻ ചോദിച്ചു ഇത് ആരാണ് വരച്ചത്? അത് രവിവർമ്മയാണെന്ന് പറഞ്ഞ് അത്തരത്തിലാണ് ആ ജീനിയസിനെ കണ്ടെത്തിയത്. അങ്ങനെ എത്രയോ ജീനിയസുകൾ നമ്മൾ കാണാതിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട് അത്തരം ജീനിയസുകൾ. ശരിയാണോ എന്നറിയില്ല. അൽഫോൺസ് കണ്ണന്താനം IAS മകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ പഠനത്തിൽ, നമ്മൾ പറയുന്ന സാമ്പ്രദായിക പഠനത്തിൽ അത്ര മിടുക്ക് തെളിയിച്ച കുട്ടിയല്ലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പല സ്കൂളുകളിലും പോയാൽ പ്രിൻസിപ്പൽ കുറച്ച് കഴിയുമ്പം അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം IAS കാരനാണ്. വിളിക്കും, നിങ്ങളുടെ മകൻ എനിക്ക് മനസ്സിലായി, തന്നോളൂ എന്ന് പറഞ്ഞ് TC വാങ്ങിച്ച് കൊണ്ടുപോകും. പക്ഷേ ഡൽഹിയിൽ ആണെന്ന് തോന്നുന്നു ഏതോ ഒരു സ്കൂളിൽ ചേർത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ചെന്നു, TC തരാനാണ് എന്നുള്ള മനസ്സിലായി. അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞാൽ നിങ്ങളുടെ മകൻ എനിക്കറിയാം, പഠിക്കില്ല, അതും അറിയാം, തന്നോളൂ. അല്ല, ഞാൻ പറയാൻ വന്നത് ഈ കുട്ടി നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇവൻ നന്നായി എന്ത് ചെയ്യും? ചിത്രങ്ങൾ വരയ്ക്കും. ഇവനെ ആർട്ട് പഠിപ്പിക്കൂ, ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കൂ. ഇവൻ ഒരു വിഖ്യാതനായ ചിത്രകാരനായി മാറും. ഇത്തരത്തിൽ നമ്മുടെ കുട്ടികളുടെ പിന്നാലെ നമ്മളൊരു യാത്ര നടത്തിയിട്ടുണ്ടോ? ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇടപെടാനുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ വന്നിരുന്നിട്ട് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനൊരു സംഭവം ഉണ്ട് കേട്ടോ, പിന്നെയും കണ്ണടച്ചിട്ട് അത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലോജിക്കൽ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആരെങ്കിലും കണ്ട് നമ്മൾ നമസ്തേ പറയുന്നു, എന്തുണ്ട് വിശേഷം, എത്ര നാളായി കണ്ടിട്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ എന്താ ഫോൺ എടുക്കാത്തത്? ഇതൊക്കെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. എന്നാലേ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഉണ്ടാവുള്ളൂ, വ്യക്തികൾ തമ്മിലുള്ള. ഇപ്പം ഇവിടെ തന്നെ പിന്നെ ഇവിടെ വന്നിരിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് അവിടെ അന്നദാനത്തിന് വിളമ്പാൻ നിൽക്കുന്നുണ്ട്. അന്നദാനത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ ഈ പന്തലൊരുക്കാൻ വന്ന ആളുകളുണ്ട്. അല്ല ഒരാൾ രാവിലെ ഇതും കൊണ്ട് വന്ന് ഇതൊക്കെ ചെയ്തിട്ട് പോയതാണോ? അവർ തമ്മിലൊരു കണക്ഷൻ, അതിനകത്ത് വഴക്കമൊക്കെ ഉണ്ടാവും. നിന്നോട് ഇത് ആര് ഇവിടെ വെക്കാൻ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അവസാനം ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, ഏറ്റവും അവസാനം അല്ല, ഒരെണ്ണം കൂടിയുണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവനവനോട് സംസാരിക്കുക. ഇത് ആവശ്യമല്ലേ, വേണ്ടേ? നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും, അത് പറയണ്ടായിരുന്നു, വായിന്ന് വീണുപോയി, തോന്നിയിട്ടില്ലേ? അത് നമ്മൾ പറഞ്ഞെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഇത്രയും കാലവും. നമ്മുടെ വായിന്ന് അറിയാതെ അവൾ എന്ത് വിചാരിച്ചു കാണുമോ? ഈ മനനം ചെയ്യൽ ആവശ്യമാണ്. ഇതൊക്കെ ഭഗവത് ലീലകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ വളരെ തിയറട്ടിക്കലായിട്ട് പറയുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഒരുപാട് അത് തൊടാതെ പോകുന്നത്. അവനവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകണം എന്നുള്ളതല്ല. എന്നാലും പത്മാവതി എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പോകേണ്ടത്.
പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് ആലോചിക്കണം, എൻ്റെ പ്രവൃത്തി ഇന്ന കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഇടപെട്ടത് ശരിയാണോ? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആളുകളും ചേർന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഫോട്ടോ നമ്മുടെ കയ്യിൽ വന്നു, ആദ്യം നോക്കുന്ന ആരെയാ? നമ്മളെയാ. കാരണം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മളെയാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പലരും നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തോട് നമുക്ക് അത്ര അധികം അഭിവാഞ്ചയുണ്ട്, സ്നേഹമുണ്ട്, ഇതിനോട് വല്ലാത്തൊരു പാഷനുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നാളെക്കുറിച്ച് ഇപ്പം ഞാൻ തിരിച്ചിന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇതിവിടെ പ്രഭാഷണം പൂർത്തിയാക്കുന്ന എനിക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാലും എൻ്റെ ആഗ്രഹം എന്താണ്? സെഞ്ചുറി അടിക്കണം എന്നാണ്. ഞാൻ എല്ലാ കാലവും ഉണ്ടാവും, ആരൊക്കെ നഷ്ടപ്പെട്ടല്ല. അപ്പം ഈ അവനവൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവനവനോട് സംസാരിക്കണം. അത് തന്നെയാണ് ധ്യാനം, മെഡിറ്റേഷൻ നമ്മൾ പറയുന്നത്. അവനവനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഏറ്റവും അവസാനത്തേത് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ് എന്ന് പറയും. നിങ്ങളുടെ കുഞ്ഞു മക്കളോട് അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലേ നോക്കിയാൽ അറിയാം, ഈ നായ്ക്കളോടൊക്കെ ഇഷ്ടം ഉണ്ടാവും. പൂച്ചക്കുട്ടി വഴി കടന്നാൽ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ പഠിക്കാൻ വിടേണ്ടത് വെറ്റിനറി സയൻസ് ആണ്, അല്ലെങ്കിൽ MSc ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി പഠിക്കാൻ വിടണം. അപ്പോൾ അവർ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസുകാരായിട്ട് വരും. വനം വകുപ്പിലൊക്കെ ജോലി കിട്ടും. കാര്യം അവർക്കിഷ്ടം എന്താണ്? മൃഗങ്ങളോട്, പക്ഷികളോട്, പൂക്കളോട്. അതാണ് നാച്ചുറലിസ്റ്റ് ഇൻ്റലിജൻസ്. അപ്പം ഇങ്ങനെ ബുദ്ധി എന്ന് പറയുന്നതിന് പല 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 മാനങ്ങളുണ്ട്. എല്ലാവരിലും എല്ലാം ഒരുപോലെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞു, എനിക്ക് നാച്ചുറലിസ്റ്റ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മ്യൂസിക്കലുണ്ട്. വലിയ എൻ്റെ ഈ ശബ്ദം കേട്ട പാടൂല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു കാരണവശാലും എനിക്ക് മനക്കണക്കൊക്കെ കൂട്ടാം, ഈ ട്രിഗ്നോമെട്രിയും കൂടുതൽ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അവനവനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ധാരണ ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ കുഞ്ഞിന് എന്താണ് കഴിയുന്നത്, ആ കപ്പാസിറ്റി. ഇപ്പോഴും ഇപ്പോൾ 10ാം ക്ലാസ് റിസൾട്ട് വന്നല്ലോ, +1 അഡ്മിഷൻ കിട്ടുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സയൻസ് കിട്ടിയില്ലെങ്കിൽ കരയുന്ന പേരൻസ് ആവശ്യം പോലെ ഉണ്ട്. നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊന്നും ചെന്ന് അന്വേഷിച്ചാൽ മതി. അയ്യോ ടീച്ചറെ ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് എന്തില്ല എന്നാണ് പറയുന്നത്? എന്തില്ലാന്ന് പറയും? ബുദ്ധിയില്ല എന്ന് പറയും. ബുദ്ധിയില്ല. നമ്മൾ അങ്ങനെ ഒരു സോഷ്യലി നമ്മൾ ആ തരത്തിലാണ് എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന. കുറച്ച് അധ്യാപകരുടെ ഇടയിൽ ഈ പ്രശ്നമുണ്ട്. അധ്യാപകരും സയൻസിൽ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കുന്ന സയൻസ് അധ്യാപകരുണ്ട്. ഇല്ലെന്നല്ല, ഇത് സമൂഹത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മളിനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിക്ക് ഉള്ളതെന്ന് തിരിച്ചറിയുക. അടിച്ചേൽപ്പിക്കാൻ പോകാതിരിക്കുക. പിന്നെ കുട്ടിയുടെ ഉള്ളിലൊരു ആകാംക്ഷ ഉണ്ടാവില്ല കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള. അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ വളരെയധികം ഉണ്ട്. അതെന്തോന്ന് അമ്മ അല്ലേ അമ്മമ്മ, അതെന്തോന്ന് ഇങ്ങനെ അറിയാനുള്ള താല്പര്യമുണ്ട്. ജിജ്ഞാസുക്കളാണ് കുട്ടികൾ. ആ ജിജ്ഞാസയെ നമ്മൾ തല്ലിക്കെടുത്താറുണ്ട്, ഇല്ലേ? എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയും. ഞാൻ എൻ്റെ പേരൻസ് 2 പേരും മരിച്ചുപോയി. അപ്പോൾ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലിയിടാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഡിസംബറിൽ അതിരാവിലെ ഫസ്റ്റ് ലോട്ടിൽ ചെന്ന് നിൽക്കുവാണ്. അപ്പം എൻ്റെ അടുത്ത് തിരുവനന്തപുരത്തുകാരല്ലാത്ത ഒരു ഫാമിലി വന്ന് നിന്ന്. അത് മനസ്സിലായെന്ന് വെച്ചാൽ അവർ ദൂരെ നിന്ന് വരുന്നതാണെന്നുള്ള ഏകദേശം കണ്ടാൽ അറിയാം. ഒരു 10 വയസ്സുകാരി മോള് ആ കൂട്ടത്തിലുണ്ട്. ഈ കുട്ടി അപ്പം ഞാനിങ്ങനെ ക്ഷേത്രത്തെ ഫേസ് ചെയ്തൊരു സൈഡിൽ നിൽക്കുകയാണ്. അപ്പം മിന്നുന്ന നല്ല തിളക്കമുള്ള, എന്നാൽ മിന്നുന്നതല്ല, നല്ല തിളക്കമുള്ള നക്ഷത്രം പോലെ ഒരാളെ കണ്ടു കിഴക്ക്. അതാരായിരിക്കും? വീനസ് എന്ന് പറയും, ശുക്രൻ. ഭാരതീയൻ ഒരു ദിവസം തുടങ്ങുമ്പോൾ ശുക്രാചാര്യരെയാണ് ആദ്യം വന്ദിക്കുക. കിഴക്കോട്ട് നോക്കിയാൽ കാണാം. മോർണിംഗ് സ്റ്റാർ എന്ന് റോമാക്കാർ പറയും. മോർണിംഗ് സ്റ്റാർ വീനസ്. ഇങ്ങനെയില്ല, മിന്നില്ല, പക്ഷെ തിളങ്ങി നിൽക്കും.
അപ്പം ഈ കുട്ടി അത് ശ്രദ്ധിച്ചു. ഈ എൻ്റെ അടുത്ത് നിന്ന 10 വയസ്സുകാരിയായ ഒരു പാവാടയും ബ്ലൗസൊക്കെ ഇട്ട മോള് അത് ശ്രദ്ധിച്ചു. എന്നിട്ട് അമ്മയെ വിളിക്കുകയാണ്. അമ്മ അതിനപ്പുറം നിൽക്കുക, അമ്മയുടെ അപ്പുറത്ത് നാത്തൂൻ നിൽക്കുകയാണ്, അമ്മയുടെ നാത്തൂൻ. അപ്പോൾ അവർ തമ്മിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് അമ്മ നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടായിരിക്കാം. കാര്യം അമ്മ ഈ വിശേഷം പറച്ചിലാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ കുട്ടിയുടെ ജിജ്ഞാസയാണ് നശിച്ചത്. അവൾ അപ്പോഴാണ് ആദ്യമായി ശുക്രനെ ഒരു പക്ഷേ ശ്രദ്ധിക്കുക. കാര്യം ഈ സമയത്ത് അവർ എഴുന്നേക്കില്ലല്ലോ അല്ലെങ്കിൽ. അപ്പം ശുക്രനെ കണ്ടപ്പോൾ അപ്പം ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്, മോളെ അത് ആരാണ്? ശുക്രനാണ്, വീനസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷ് പറയുക. നമ്മൾ മെർക്യൂറി, വീനസ്, എർത്ത്, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്, ഒരു നക്ഷത്രമല്ല. ഒരു പക്ഷേ ആ കുട്ടിയിലുള്ളൊരു അസ്ട്രോണമറെയാണ് അമ്മ തല്ലിക്കെടുത്തിയത്. അറിയാനുള്ള കുട്ടിയുടെ താല്പര്യത്തെ തല്ലിക്കെടുത്തുകയാണ് ഉണ്ടായത്. ഇപ്പം ജിജ്ഞാസ ഒരിക്കലും നശിപ്പിക്കരുത്. അറിയാലോ എന്ന് പറഞ്ഞ് അമ്മ അപ്പുറത്തില്ല അധികാൻ്റെ അമ്മയുടെ അടുത്ത് എന്തോന്ന് ഇപ്പം പറഞ്ഞ്, ഇതല്ല. മറ്റ് വിവരങ്ങളെക്കുറിച്ച്, മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ബാഹ്യ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ നമ്മൾ ഒരിക്കലും കെടുത്തി കളയരുത്. ഒരിക്കലും കുട്ടിയുടെ ഉള്ളിൽ ആകുലത ഉണ്ടാക്കരുത്, ആങ്സൈറ്റി ഉണ്ടാക്കരുത്. നാളെ പരീക്ഷ, ഈ പരീക്ഷ നീ പാസ്സായില്ലെങ്കിൽ, ഇത് നമ്മുടെ ആഗ്രഹമാണ്. കുട്ടി എന്ത് ചെയ്യണം? പരീക്ഷ നന്നായി അറ്റൻഡ് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ലെ നാളത്തെ ഇൻ്റർവ്യൂ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അവരെ ഭയപ്പെടുത്തരുത്. അപ്പം ആകാംക്ഷ നശിപ്പിക്കരുത്, ക്യൂരിയോസിറ്റി നശിപ്പിക്കരുത്, ആകുലരാക്കരുത്, അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് പേരൻസ്, എൻ്റെ സുഹൃത്തുക്കളടക്കം ഭയപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളെ. അപ്പുറത്തെ മുറി നീ പോയാണ്ടല്ലോ പശു നിന്നെ കുത്തും, വരും, ഇപ്പം നിന്നെ പിടിക്കും, അപ്പുറത്ത് ആരുണ്ട്, ഭൂതമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നീ ഇത് ചെയ്താൽ നിൻ്റെ കൈ ഞാൻ ഞാൻ എന്ത് ചെയ്യും, അടിച്ചൊട്ടിക്കും, നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഇതൊക്കെ പറയുന്ന എന്ത് ഭീതി ജനിപ്പിക്കും എന്നുള്ളത് അറിയാമോ? നമ്മൾ അത്തരത്തിൽ ഒരിക്കലും കുട്ടിയുമായിട്ട് ഇടപെടുക, ഒരിക്കലും ഭീതി ജനിപ്പിക്കുന്ന ഒരു ഭാഷണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മൂമ്മയായിക്കോട്ടെ, ഒരിക്കലും ചെയ്യരുത്. ഇനി ചെയ്യുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് പേരൻസിൻ്റെ താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക. അമ്മിക്കല്ല്, ആട്ടുകല്ല്, ഇത് തമ്മിൽ എന്താണ് സാമ്യമുള്ളത്? ഉരൽ, ഇവയൊക്കെ തമ്മിൽ എന്താണ് സാമ്യമുള്ളത്? എല്ലാം കല്ലാണ്. ഉരൽ എന്തിനുള്ളതാണ്? ഇടിച്ച് പൊടി ഉണ്ടാക്കാനുള്ളതാണ്. അതിൽ നമ്മൾ ചമ്മന്തി അരക്കില്ല. ആട്ടുകല്ല് നമ്മൾ പൊടിക്കുകയില്ല, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അരി ഉഴുന്നൊക്കെ ആട്ടിയെടുക്കും. അമ്മിക്കല്ലിന് അതിൻ്റേതായ ഒരു പേർപ്പസ് ഉണ്ട്. അപ്പം എല്ലാം കല്ല് തന്നെയാണെങ്കിലും ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ട്. ഒരു വീട്ടിലെ 3 മക്കളാണെങ്കിലും ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും ജനിച്ച് വെറും നിമിഷങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാൽ പോലും 2 വ്യക്തികളാണവർ. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അയലോക്കത്തെ ജോസിൻ്റെ മോനെ കണ്ടുപടി. നമ്മളെ എല്ലാം ഇതുപോലെ പറഞ്ഞിട്ടില്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജോലി ചെയ്യുന്ന സുഭദ്രാമ്മയുടെ മോളുണ്ടല്ലോ, കഴിക്കുന്ന പോലും ബാത്റൂമിൽ പോലും പോകുമ്പോഴെന്താണ്, കഴിക്കുമ്പോൾ പോലും കയ്യിലെന്തുണ്ട്? പുസ്തകമുണ്ട്. നമുക്ക് പുസ്തകം എടുക്കുമ്പോൾ എന്താണ്? ഡിം. ഇത് ഇവർ പറയും തോറും കുട്ടി വെറുത്തുകൊണ്ടിരിക്കും. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിലെ തന്നെ 2 കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. കാരണം വിശ്വപ്രസിദ്ധമായ ഒരു സ്ഥലത്തിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. വിശ്വപ്രസിദ്ധമല്ല, മലയാളികൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നൊരു സ്ഥലം എൻ്റെ വീടിനടുത്തുണ്ട്. അതേത് സ്ഥലമാണ്? 2ാം ഭാഗം പറയാം. പാറ, ഊളംപാറ. പറയുമ്പോൾ ചിരി വരുന്നില്ലേ? നമുക്ക് ചിരിയാണ്, അതിനുള്ളിൽ പോകണം. ഞാൻ പോയിട്ടൊരിക്കൽ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ അവിടെ വയലൻസിൻ്റെ പ്രശ്നം കൊണ്ട് അക്രമാസക്തയാകുന്നുണ്ട്. പെൺകുട്ടിയാണ്. അവിടെ കൊണ്ട് ഇട്ടിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്.
ഒരിക്കൽ പോയ ഒരാൾ ഒരിക്കലും പിന്നെ അവിടെ പോകാൻ അവിടെ ആഗ്രഹിക്കില്ല. അവിടെ ഒരാൾ കിടപ്പുണ്ട്, പേര് നിങ്ങൾക്കറിയായിരിക്കും, കേഡൽ ജീൻസൺ രാജ. കേട്ടിട്ടുണ്ടോ? കേഡൽ ജീൻസൺ രാജ എന്നൊരു പയ്യൻ അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു 10-28-30 വയസ്സൊക്കെ കാണും. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വെട്ടിക്കൊന്ന് മഴു മറ്റേ ഓൺലൈനായിട്ട് വാങ്ങി അല്ലേ, ബാത്റൂമിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ ചെറിയമ്മ വീട്ടിലുണ്ട്, അവർ ബ്ലൈൻഡാണ്, അവർ കണ്ണ് കാണില്ല, അവരെയും വെട്ടിമുറിച്ച് പാക്ക് ചെയ്തൊക്കെ വെച്ച ഉന്മാദിയായ ഒരു അല്ലെങ്കിൽ ഉന്മാദാവസ്ഥയിലേക്ക് പോയ ഒരു പയ്യൻ, ബുദ്ധിമാനായ പയ്യൻ. സൈക്കോളജിസ്റ്റുകൾ പിന്നെ കണ്ടെത്തിയത് ഈ താരതമ്യം ചെയ്യലാണ് അവനെ ആ അവസ്ഥയിലെത്തിച്ചതെന്നാണ്. കാര്യം അവൻ്റെ അനിയത്തിയാണോ ചേച്ചിയാണോ മറ്റൊരു രാജ്യത്ത് പോയി എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ എപ്പോഴും ആ കമ്പാരിസനാണ്, അവളെ കണ്ടുപിടിക്കും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉൾവലിയാൻ തുടങ്ങി. നിങ്ങളുടെ മക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ ഭഗവാനെ ഓർത്തെങ്കിലും കമ്പയർ ചെയ്യരുത്. ബലഭദ്രരാമനല്ല ശ്രീകൃഷ്ണൻ. ഓരോരുത്തരും ഓരോ കപ്പാസിറ്റി ഉള്ളവരാണ് അല്ലേ. ഭഗവാന്റെ 10 അവതാരങ്ങൾ നോക്കിയാലും ഓരോരുത്തർക്കും ഓരോ രൂപമാണ്, ഓരോ സ്വഭാവമാണ്, ഓരോ ലക്ഷ്യമാണ് അല്ലേ. ദൗത്യം വേറിട്ടതാണ്. നമുക്കെല്ലാം ഒരു ദൗത്യമുണ്ട്. ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ സെക്കൻഡിൽ നമ്മളിവിടുന്ന് പോകും. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ശരീരം തീരും. പിന്നെ നമ്മൾ അടുത്ത മിഷനിലേക്ക് പോകും. ചിലപ്പോൾ അല്ലെങ്കിൽ ലയിക്കും. എന്താണ് നമുക്ക് വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എന്നാലും ശ്രീകൃഷ്ണന് ശ്രീരാമൻ്റെ കുറച്ച് ക്വാളിറ്റീസ് ആകാമായിരുന്നു നമ്മൾ പറയാറുണ്ടോ? അതെന്താ അവരെ തമ്മിൽ കമ്പയർ ചെയ്യാത്ത? പിള്ളേരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മൾക്ക് കുഞ്ഞുങ്ങളിൽ ശ്രീരാമനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളിലുള്ള ശ്രീകൃഷ്ണനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരിക്കലും കമ്പയർ ചെയ്തത്. അപ്പം നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ്? അവരിൽ ഉള്ള ജിജ്ഞാസ വളർത്തണം, അവരിൽ ആകുലത ഉണ്ടാക്കരുത്, ഭയം ഉണ്ടാക്കരുത്. ശരീരഭാഗങ്ങൾ മുറിക്കും, നിന്നെ അങ്ങനെ ശിക്ഷിക്കും, ഇങ്ങനെ ശിക്ഷിക്കും. നമ്മളാരുമല്ല, ഈശ്വരൻ അങ്ങനെ ശിക്ഷിക്കാനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുമല്ല. അത്തരത്തിലുള്ള യാതൊരു സന്ദേശവും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ കമ്പയർ ചെയ്യുകയും ചെയ്യരുത്. കുട്ടിയെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ ജഡ്ജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വിധിക്കരുത്. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, ഞാൻ കുറച്ച് കാലമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നിൻ്റെ എല്ലാ കള്ളത്തരം, നീ ഭയങ്കര ക്രൂക്കഡാണെന്നുള്ള എനിക്കറിയാം, ഈ രീതിയിൽ പറയും. അവരുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ അടിച്ച് നശിപ്പിക്കുന്ന പോലെയാണ്. ഒരിക്കലും അത് പറയരുത്. ജഡ്ജ് ചെയ്യരുത്, വിധി പ്രഖ്യാപിക്കരുത്, വിധി ന്യായം പുറപ്പെടുവിക്കരുത്. അത് കുട്ടിയെ ഇല്ലാണ്ടാക്കി കളയും. അവനിലെ നല്ല ടെൻഡൻസികളെ, പ്രവണതകളെ ഇല്ലാതാക്കി കളയും. ഇനി ഏറ്റവും കഷ്ടം തോന്നുന്നൊരു കാര്യം, ബോഡി ഷെയ്മിങ് ചെയ്യരുത്. നീ ഇതെന്താണ് വീപ്പക്കുറ്റിയെ പോലെ എന്ന് പറയും. എന്നോട്, ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു ടീനേജ് പ്രായത്തിലൊക്കെ, തീരെ മെലിഞ്ഞു. അപ്പോൾ എൻ്റെ പേരൻസിനോടൊക്കെ ചിലരൊക്കെ ചോദിക്കും, ഈ കുട്ടിക്ക് എന്താ കഴിക്കാനൊന്നും കൊടുക്കില്ലേ? കാര്യം എന്താ? നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് അവർ പറയുന്നതാണ്. അത് നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? വേഷഭൂഷാദികൾ അണിയാനാണ്. അതായത് ഏത് പ്രായമാണെങ്കിലും ശരി, ഒരിക്കലും കുഞ്ഞുങ്ങളെ അത്തരത്തിൽ ഇൻസൾട്ട് ചെയ്യരുത്. പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. അവരുടെ വ്യക്തി ശുചിത്വം വളർത്തത്തക്ക സന്ദേശങ്ങൾ നമുക്ക് കൊടുക്കാം. കൃത്യമായി നഖം വെട്ടാനും, പിന്നെ ബാത്റൂമിൽ ഒരു കുറ്റിയുടെ അറ്റത്ത് കുറച്ചിങ്ങനെ നാര് പോലുണ്ട്, അതിൽ വെളുത്തൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ വായിൽ എന്ന് വെച്ചാൽ ബ്രഷ് ചെയ്യാൻ അവനെ ഒന്ന് പ്രേരിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോഴത്തെ ഫ്രീക്കന്മാരൊക്കെ തോന്നിയ സമയത്താണ് എഴുന്നേറ്റ് വരുന്നത്. നമുക്കൊരു നിഷ്കർഷിക്കാം ചില കാര്യങ്ങൾ. രാവിലെ എഴുന്നേറ്റിങ് വരുമ്പോൾ പറയാം, നീ പോയി കൈകാൽ മുഖം കഴുകി നീ ബ്രഷ് ചെയ്ത് വന്നാൽ നിനക്ക് ചായ തരും. ഇത് നമുക്ക് പറയാം. അപ്പോൾ അവന് തോന്നും, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? കൈകാൽ മുഖം കഴുകണം, ഞാൻ ബ്രഷ് ചെയ്യണം. അല്ലാതെ വന്നിരുന്ന് 2 ചായയും കുടിച്ച് 11:30-12 മണിയാകുമ്പോൾ പുറത്ത് പോകാൻ കൂട്ടുകാരൻ വിനീത് വന്ന് പുറത്ത് നിൽക്കുമ്പോൾ ശരി എന്നാൽ പോയി ബ്രഷ് ചെയ്ത് കുളിക്കാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അത്തരം ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ ഒരിക്കലും അവനെ എന്ത് ചെയ്യണ്ട?
നമ്മളല്ലാതെ ഇൻസൾട്ട് ചെയ്യണ്ട. പണ്ടൊക്കെ പറയും ശൗചം കഴിഞ്ഞാൽ കൈകാൽ മുഖം കഴുകണം എന്ന്, അല്ലേ രമ്യ പറയുമായിരുന്നു. ശൗചം, ടോയ്ലറ്റിൽ പോയാൽ കൈയും കാലും മുഖവും കഴുകണം. കാല് കഴുകുന്നതിന് പോലും ലക്ഷണമുണ്ട്. നളനെ കലി ബാധിച്ചത് ഉപ്പൂറ്റി വഴിയാണ്. കാര്യം കാല് കഴുകിയപ്പോൾ എന്തില്ല, ഉപ്പൂറ്റി കഴിയില്ല. നമ്മുടെ ശീലങ്ങളിൽ നിന്ന് പണ്ടുള്ളവർ കുലം പറയും. ഇന്നത് നമ്മൾ പറയാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില നിഷ്കർഷകൾ വീട്ടിലാകാം, പക്ഷെ ഒരിക്കലും ബോഡി ഷെയ്മിങ് പാടില്ല. ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികൾ, ഭക്ഷണം ഔഷധമാണ് അല്ലേ? ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഷവർമ്മ മതി. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൻ ഒറ്റ ഇരിപ്പിന് ഒരു ഫുൾ ഷവായി ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ ഒറ്റ ഇരിപ്പിന് ആ മോൻ കഴിക്കും. പല ഹോർമോണുകൾ അകത്ത്, വേറെ ഇതിനാ മൊത്തം കെമിക്കൽ ഫാക്ടറിയാണ് ഈ സംഗതി, തലതൊട്ട് കാല് വരെ അകത്ത് ഹോർമോണുകളുണ്ട്. ഇതെല്ലാത്തിൻ്റെയും ബാലൻസ് തെറ്റി വേറെ അവസ്ഥയിലാകും. ആണ് പെണ്ണാവും, പെണ്ണാണാകും, അല്ലേ? അപ്പം ഭക്ഷണം ഔഷധമായിരിക്കണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കണം. പിന്നെ അത്യാവശ്യം ഇനിയിപ്പോൾ ഷവർമ്മ കഴിക്കുന്ന കാലത്തിൻ്റെ ആവശ്യമാണ്, മന്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അത് മാസത്തിൽ ആക്കാനെങ്കിലും ശ്രമിക്കുക. ആവശ്യപ്പെടുമ്പോഴെല്ലാം നമ്മളത് പ്രൊവൈഡ് ചെയ്യാൻ ഇരിക്കരുത്. ഞാനിത് പറയുമ്പോഴെല്ലാം എൻ്റെ അമ്മ ഓർക്കും. പണ്ട് എനിക്ക് ഒരു ജ്യേഷ്ഠനാണുള്ളത്, 5 വയസ്സ് മൂപ്പാണ്. അമ്മ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കാര്യം ഭക്ഷണത്തെ ബഹുമാനിക്കണം എന്നുള്ളത് അമ്മയുടെ ഒരു നിർബന്ധമായിരുന്നു. ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അമ്മ ഞങ്ങൾക്ക് ഉരുള ഉരുട്ടി തരുമ്പോൾ അമ്മ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയാണ് തരുന്നത്. ഓരോ കഥാപാത്രമല്ല, ഇത് വസുദേവർക്ക് വേണ്ടി. അതായത് എൻ്റെ ബ്രദർ അത് കഴിച്ചാൽ വസുദേവർക്ക് എന്ത് കിട്ടും? ആരോഗ്യം ഉണ്ടാവും. ഇത് ദേവകിക്ക് വേണ്ടി. അടുത്ത ഉരുള ഇത് യശോദാമ്മയ്ക്ക് വേണ്ടി, ഇത് നന്ദഗോപർക്ക് വേണ്ടി. ഇപ്പം ഈ കഥകളൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഓരോ ആ ഉരുള തരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഉപകഥയും കൂടെ അമ്മ പറയും. പക്ഷെ അമ്മ 2 ഉരുള അവസാനം വരെ വെച്ചേക്കും. അത് ആരൊക്കെ ആയിരിക്കും പറയാമോ? ഒരാളുടെ പേര് കെയിൽ തുടങ്ങും, മറ്റേയാളുടെ പേര് ആറിൽ തുടങ്ങും. ഞാൻ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറയാൻ കാരണം എന്തോ ഒന്നുകൂടെ കൃഷ്ണനും രാധയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ വിചാരം എൻ്റെ കസിനാണ് കൃഷ്ണൻ എന്നാണ് എൻ്റെ വിചാരം. എൻ്റെ വളരെ ക്ലോസ്, അതല്ലേ നമ്മൾ സഖാത്വമേവ എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ടാണ്, നമ്മളെ കൂട്ടുകാരനല്ലേ. അങ്ങനെ ചെറുതിലെ മാലയിട്ട് ഒരു കൃഷ്ണ വിഗ്രഹം ഉടച്ചു ഞാൻ. അമ്മ പേടിച്ചു പോയി, ഇനിയിപ്പോൾ ഇവള് കല്യാണം കഴിക്കാതെ ഇരുന്ന് കളയോ, നമ്മൾക്ക് പേടിയായിപ്പോയി. കാര്യം എൻ്റെ വിചാരം എൻ്റെ ആരുമാണ്, എൻ്റെ വീട്ടിൽ അങ്ങാണെന്നേ. ഈ വിചാരം നമ്മുടെ കുട്ടികളിൽ എന്നുണ്ടാകുന്നോ അവിടെയാണ് നമ്മൾ ഒരുപാട് പാണ്ഡിത്യം ഉണ്ടാകുന്നത്. നല്ലത് തന്നെ, നൈർമല്യം ആദ്യം ഉണ്ടായാൽ നന്ന്. അപ്പം ആ നൈർമല്യം ഉണ്ടാകണമെങ്കിൽ ഇവിടെ നിന്നേ ഈ അനാഹതത്തിൽ നിന്ന് ഭഗവാനിലേക്ക് എന്ത് വേണം? ഒരു പാലം ഇടണം. അപ്പോൾ നേരത്തെ സംസാരിച്ചില്ലേ, രമ്യ പറഞ്ഞ പോലെ, രമ്യയുടെ ഗുരുനാഥൻ പറയുന്നത് പോലെ, ഞാൻ വ്യാസഭഗവാനോട് സംസാരിക്കാറുണ്ട്, വസിഷ്ഠരോട് സംസാരിക്കാറുണ്ട്, യാജ്ഞവൽക്കനോട് സംസാരിക്കാറുണ്ട്, ശ്രീകൃഷ്ണ പരമാത്മാവിനോട് സംസാരിക്കാറുണ്ട്. നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും? ആ തരത്തിലുള്ള സംഭാഷണം എന്നുണ്ടാകുന്നുവോ നമ്മുടെ കുട്ടിക്ക്, അതായത് നമ്മൾ ചിലപ്പോൾ ഊണ് കഴിക്കുമ്പോൾ കൃഷ്ണ ദാ ബ്രഹ്മാർപ്പണം ചെയ്യുന്ന പോലെ, കൃഷ്ണ ദാ നീ കിട്ടും,
കഴിച്ചോണേ, ഒന്നും ബാക്കി വെക്കരുത്. ഈ ഒരു അതോറിറ്റി നമുക്കുണ്ടാവും. ദേ ഇവിടെ മുഴുവൻ ഇട്ടിട്ട് പൊക്കളയരുത്, ഇവിടെ ഇരുന്നോണം. ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ആ സ്നേഹമുണ്ടാകണം. എൻ്റെ അനിയനാണ്, അല്ലെ എൻ്റെ കുട്ടിയാണിവൻ. അതുണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു ശ്ലോകവും പഠിക്കണ്ട. രാത്രി കൂടെ കിടക്കുമ്പോഴേ ഈ ഒരു തലയണ വെച്ചിട്ട്, ആ ഉണ്ണി കിടന്നോ, ചവിട്ടരുത്, മൂത്രം ഒഴിക്കണം തോന്നുമ്പോൾ എന്നെ വിളിക്കണം. ഇതൊരു തരം വട്ടാണെന്ന് നിങ്ങൾ പറയും അല്ലേ? എന്നോട് മറ്റേ രേവതിയോട് ചോദിച്ച പോലെ കിലുക്കത്തിൽ, വട്ടാണല്ലേ. ഭക്തി രസം വളരെ ഈസിയാണെന്ന് എല്ലാവരും വിചാരിക്കും. എനിക്ക് ഭക്തിയുണ്ടോ, ഭയങ്കര ഭക്തിയാണെന്ന് പറയുന്നത് ഏറ്റവും പ്രയാസം അതാണ്. വീട്ടിലൊറ്റയ്ക്കുള്ളപ്പോഴൊക്കെ നമുക്ക് സംസാരിക്കാം, ഇദ്ദേഹം കൂടെ ഉണ്ടെന്നുള്ള അതൊരു ഉറപ്പായിരിക്കണം, അല്ലാതെ ഒരു ഇല്യൂഷൻ ആവരുത്. മറ്റേ ആ ലേഡി രശ്മി രഘുനാഥ് വന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം, കൃഷ്ണ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ഫ്രം യുവർ ഹാർട്ട്. എന്താ അവിടെ ശബ്ദം, നീ അവിടെ എന്ത് ചെയ്യുക ചോദിക്കണം. അപ്പോഴുണ്ടല്ലോ ഒരു കാട്ടിലൂടെ നടന്നാലും നമുക്ക് എന്തുണ്ടാവില്ല, അനുഭവമാണ് പറയുന്നത്. കൂടെ നടക്കും. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോവില്ല, പിടിച്ചോണ്ടിങ്ങ് വരും. ഒരുത്തൻ വന്ന് വണ്ടി വന്ന് വിളിക്കട്ടാ വാ എന്ന് പറയുമ്പം ഇവൻ ചിലപ്പോൾ ആ സമയത്ത് ടോയ്ലറ്റിലായിരിക്കും. അപ്പം നമ്മൾ പറയുന്നത് അവൻ ഇറങ്ങാൻ 10 മിനിറ്റ് എടുക്കും. ആ ആൻറ്റി ടാറ്റ എന്ന് പറയും. മറ്റവൻ ഹെൽമെറ്റും വെക്കാതെ എങ്ങോട്ടേലും പോയി അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തും. ചിലതൊക്കെ ഭഗവാൻ തട്ടി മാറ്റി വിടും. പക്ഷെ അവിടെ എന്ത് വേണം, ഉറപ്പ് വേണം. കണ്ണടയ്ക്കുമ്പോൾ ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച കൃഷ്ണനെയോ അല്ലെങ്കിൽ ഏതോ ഒരു ശില്പി ഉണ്ടാക്കിയ കൃഷ്ണനെയോ അല്ല, എൻ്റെ കൃഷ്ണനെ കാണാൻ പറ്റണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കാണാൻ കഴിയണം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറയുമായിരുന്നു, അമ്മൂമ്മ ഇപ്പം 5:30 വിളക്ക് കൊളുത്തും. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി? ദേവിക എന്നൊരു കുട്ടിയാണ്, അത് സീരിയൽ 6 മണിക്ക് തുടങ്ങും. അപ്പം അമ്മൂമ്മയ്ക്ക് എന്ത് ചെയ്യണം, മറ്റേ ജോലി ചെയ്യണമല്ലോ. ഇത് വിളക്ക് കൊളുത്തില്ലെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? നീ ശപിച്ച് നമ്മളെ നശിപ്പിച്ച് കളഞ്ഞാലോ? അങ്ങനെ ഭയം ജനിപ്പിക്കുന്നൊന്നും അല്ല ഭഗവാൻ. നമ്മുടെ സന്തോഷം. ഞാൻ ഒരു നേരം തിരി കൊളുത്തി വെക്കും. ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഉള്ളവർ, വീട്ടിലുള്ളവർ, പുറത്തു പോയവർ പിന്നെ വന്ന് വിളക്ക് തൊഴുക എന്ന് പറയുന്നത്. വിളക്ക് കത്തിക്കുക എന്ന് പറയരുത്, കത്തിക്കുന്നതൊക്കെ ചവറാണ്. വിളക്ക് കൊളുത്തുകയാണ്, ദീപം കൊളുത്തി വയ്ക്കുക എന്നാണ് പറയുക. ആ സംസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന നഗർ വളരെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എല്ലാവരും വലിയ പൊസിഷനിലൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് താമസിക്കുന്നത്. ഒരൊറ്റ വീട്ടിൽ വൈകുന്നേരം അഥവാ കൊളുത്തി വെച്ചാൽ തന്നെ ഒരു 1-2 വീട്ടിലുണ്ടെന്ന് തോന്നും അവിടെ ആ ഭാഗത്ത്. നാമജപമോ ഒന്നുമില്ല. പിന്നെ ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി വിഷുവിൻ്റെ അന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്ന, പിന്നെ ഈ പൊങ്കാലയുടെ അന്ന് പുതിയ സാരി വാങ്ങിക്കുക, ഇത്തരം ചില സമ്പ്രദായങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞത്, എന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ നിന്ന് പൊട്ട് മായുന്നുവോ അന്നെങ്കിലും ദയവ് ചെയ്ത് ഉണരണം, അന്നെങ്കിലും ദയവ് ചെയ്ത് ഉണരണം. ഇപ്പം നല്ല ഭക്ഷണം കൊടുക്കുക. അവരെ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് നന്ദഗോപർക്കും വസുദേവർക്കും യശോദയ്ക്കും ദേവകി അമ്മയ്ക്കും വേണ്ടി, കൃഷ്ണനും രാധയ്ക്കും വേണ്ടി ഉരുള തന്ന അമ്മയെ ഞാൻ ഈ സമയം സ്മരിക്കുന്നു. ഒരു കാര്യം കൂടി, കുട്ടികളെ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രഷർ ചെയ്യരുത്, സമ്മർദ്ദം ചെലുത്തരുത്. സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ്
വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി തിരിച്ച് വീട്ടിൽ പോകാൻ കഴിയാതെ അത് ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും ആണോ നമുക്കറിയില്ല. ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. ഈയിടെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആലപ്പുഴയിൽ നിന്ന് എന്നെ വിളിച്ചു, ടീച്ചറെ നമ്മുടെ ഇന്ന കുട്ടി, പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്, അവളെ വിവാഹം കഴിച്ച് അയച്ചു. പക്ഷെ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയല്ല, ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഈ കുട്ടി. ഭർത്താവ് തൂത്തുപറകിട്ട് അടിയാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും തൂത്തുപറകിട്ട് തല്ലുക എന്ന് പറയും, ആട്ടിച്ച് ശരിപ്പെടുത്തും. ഒരു കുട്ടിയുണ്ട്, ഈ അയാളുടെ പേരൻസ് എന്ത് ചെയ്യില്ല, ഒന്നും പറയില്ല. ഈ കാലത്ത് ഇങ്ങനെയുള്ള പയ്യന്മാരുണ്ടെന്നുള്ളതാണ്. ഈ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആരുടെയെങ്കിലും മകൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ നല്ല പേരൻ്റ് അല്ല, നിഗ്ലക്ട്ഫുൾ പേരൻ്റാണ്. ദയവ് ചെയ്ത് അവരെ സമ്മർദ്ദം ചെലുത്തരുത് അവരുടെ മേൽ. അവരോട് പറയേണ്ടത് എന്താണ്, ഐ ആം ദെയർ, ഞാനുണ്ട് നിനക്ക്, യു കം ബാക്ക്. പക്ഷെ നമുക്ക് ബോധ്യം വേണം, ഇവളവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അതല്ല, നമുക്ക് ബോധ്യം വേണം എന്താണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് മേൽ ഒരാൾ കൈ ഉയർത്തി നമ്മുടെ കുട്ടിയെ പ്രഷറൈസ് ചെയ്യുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സമൂഹത്തെ വിചാരിക്കരുത്, അയലോക്കത്തെ വിചാരിക്കരുത്. നമ്മൾ ഇത്ര ലക്ഷം രൂപ ചിലവാക്കി അവളെ കെട്ടിച്ചയച്ചു, മരുമോൻ സിവിൽ എഞ്ചിനീയറാണ്, ഒന്നും അല്ല കാര്യം. നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ കുട്ടികളും പേരൻസും ഒരുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു വളരെ മത്സരബുദ്ധിയുള്ള ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ലോകത്താണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന് അല്ലേ, അതിൻ്റെയൊക്കെ ഒരു ബൂമിൻ്റെ കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്ത് കഴിഞ്ഞു. പഴയ പോലത്തെ വിദ്യാഭ്യാസം, ഇപ്പോൾ പണ്ടത്തെ പോലെ BSc ഫിസിക്സ് ഒന്നും പഠിക്കാൻ ആളില്ലെന്നാണ് പറയുന്നത്. പുതിയ പുതിയ ഒരുപാട് കോഴ്സുകൾ വന്നു തുടങ്ങി. അപ്പോൾ കറക്റ്റായിട്ടുള്ള കരിയർ ഗൈഡൻസ് കൊടുക്കുക, ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പറഞ്ഞു വിടുക. അവരുടെ മേൽ അനാവശ്യമായ പ്രഷർ കൊണ്ടുവരാതിരിക്കും. നമുക്കും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സമയമില്ല, പല കാര്യങ്ങളും ഉണ്ട്. പണ്ടത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ സമയമുണ്ടായിരുന്നു കുട്ടികളുടെ ഒപ്പം ചിലവഴിക്കാൻ. ഇന്ന് അതില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ മിസ് രമ്യ പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ ഉൾപ്പെടെ പറിച്ചു മാറ്റപ്പെട്ടു. വെർച്വൽ സിൻഡ്രോം പറഞ്ഞു. വേറെ ഒരു പ്രശ്നം ഇപ്പോൾ ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം, ബിക്കോസ് നമ്മളിത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴുത്തിന് പ്രശ്നം വരിക. അതുപോലെ ഒരുപാട് കുട്ടികൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അവർക്ക് പല പ്രോജക്റ്റുകളും ചെയ്യാനായിട്ട് അവർ ഇരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ അല്ലാണ്ട് വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യുക, അറ്റൻഷൻ സ്പാൻ കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ ചിട്ട ആക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പുതപ്പും വിരിപ്പും ഒക്കെ എന്താക്കണം, മടക്കി അത് പുതപ്പ് മടക്കുകയും വിരിപ്പ് നിവർത്തിയിടുകയും ചെയ്യുക എന്നുള്ളൊരു ശീലമുണ്ടാക്കണം. രാത്രി കിടക്കുമ്പോൾ നാരദർക്ക് ഭഗവാൻ കാണിച്ചു കൊടുത്തില്ലേ ഒരു കർഷകനെ? ആ കഥയൊക്കെ അറിയാമല്ലോ. നിങ്ങൾ ഒരുപാട് കഥകൾ കേട്ട് പ്രബുദ്ധരായിരിക്കുന്നവരാണ്. ഞാനല്ലേ എല്ലാ സമയം നാരായണ നാരായണ എന്ന് വിളിക്കുന്നത്. അറിയാലോ, കയ്യിൽ എണ്ണ കൊടുത്തയച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ കർഷകനെ കാണിച്ചു കൊടുക്കുന്നില്ലേ? അപ്പോൾ പറയുന്നുണ്ട് അവനവൻ്റെ കർമ്മം എല്ലാം ചെയ്ത് അവസാനം കിടക്കാൻ സമയത്ത് ഭഗവാനെ എന്ന് ആ സ്മരണയോടെ കിടക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ രണ്ടുപേരോടെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ അദ്ദേഹത്തോട്. ബാക്കിയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലാണ്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ കൊണ്ടുവരണം കുട്ടികളെ. അത് നിർബന്ധ ബുദ്ധിയല്ല. എനിക്ക് കൂട്ടുവാ, നമുക്ക് രാത്രി തിരിച്ച് ഒരുമിച്ച് വരാം എന്ന് പറഞ്ഞ് വൈകുന്നേരം ഇന്നൊക്കെ നല്ല പ്രഭാഷണങ്ങൾ ഇനി വരാനിരിക്കുന്നു. നല്ല സുഹൃത്തായിരിക്കുക കുട്ടിക്ക്. നല്ല സുഹൃത്താണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയുള്ളൂ. ബി എ വെരി ഗുഡ് ലിസണർ. നല്ല ശ്രോതാവായിരിക്കുക. ഇഫ് യു ആർ നോട്ട് എ ഗുഡ് ലിസണർ, യുവർ ചൈൽഡ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വിത്ത് യു. നല്ല ശ്രോതാവിനോട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എല്ലാ കാര്യങ്ങളും വന്ന് പറയൂ. ടീച്ചേഴ്സിനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ചില സ്കൂളിൽ നിങ്ങളുടെ കുട്ടികൾ പറയും, ഇന്ന ടീച്ചറിനെ എനിക്ക് ഇഷ്ടമാണ്, സ്മിത ടീച്ചർ നല്ല സ്നേഹമാണ് കേട്ടോ എന്ന് പറയും.
നമ്മൾ കുറേ തിയറി പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം മനുഷ്യന് മാത്രമുള്ളൊരു വൈഭവമാണ് ചിരിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ പറയും അവരൊരു മൂശയട്ടയാണ് ചില ആളുകളെ പറ്റി. ചിലരെ കണ്ടാൽ നമുക്ക് അവരോട് ഇടപെടാനേ തോന്നില്ല. കാര്യം ചിരിക്കില്ല. ഇതേതോ പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വളരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻ ഉറപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര പേര് കുഞ്ഞുങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്? ഉണ്ട്. വെരി ഗുഡ്. കൈയൊന്നും കുറച്ച് പേരുണ്ട്. ഈ ടച്ച് വളരെ പ്രധാനമാണ്. എന്നോട് പണ്ടൊരു സുഹൃത്തായ ഷമ്മി മാത്യുവിനൊരു സാറ് പറഞ്ഞാണ്, ആക്സിഡൻറ്റ് നടക്കില്ലേ വഴിയിൽ, പയ്യന്മാരിങ്ങനെ ബൈക്കൊക്കെ ടബേന്ന് പറഞ്ഞ് ഇടിച്ച് വീഴുന്നു. നമ്മൾ ആദ്യം ചെന്ന് ചെയ്യേണ്ടത് ഈ വീണ് കിടക്കുന്ന ആളെ ടച്ച് ചെയ്യാന്നുള്ളതാണ് പറയും. കാരണം ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? തൊടുമ്പോൾ സ്പർശിക്കുമ്പോൾ എന്ത് കിട്ടും? പെട്ടെന്ന് അവർക്ക് സ്വബോധത്തിലേക്ക് വരാൻ പറ്റും എന്നാണ് പറയുന്നത്. അയാൾ ഓഫായി പോയെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അല്ല, കുറച്ചെങ്കിലും കോൺഷ്യസ് ആണെങ്കിൽ തൊട്ട് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. ചിലപ്പോൾ അവൻ്റെ കൈയും കാലും ഒക്കെ പോയിട്ടുണ്ടാവും. നമുക്കത് കാണാനുള്ള ധൈര്യവും വേണേ. അയാളുടെ പുറത്തൂടെ ബോധം കിട്ട് വീഴരുത്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ മക്കളെ നമ്മൾ ടച്ച് ചെയ്യണം. എന്തു പറ്റിയടാ, എന്തു പറ്റി ഡള്ളായിരിക്കുന്നത്, എന്തു പറ്റി? ഇത് ചോദിച്ച് ഇങ്ങനെ ഒന്ന് തടകിയാലുണ്ടല്ലോ മുഴുവൻ ഇങ്ങ് പോരും. അവിടെയാണ് നിങ്ങളുടെ കടിഞ്ഞാൺ. നിങ്ങളുടെ കുഞ്ഞ് ഒരിക്കലും എവിടെയും പോവില്ല. ഇങ്ങ് വാ, നമുക്കൊരുമിച്ച് വൈകുന്നേരം ഒന്ന് നടക്കാൻ പോവാം. പതുക്കെ ഇറങ്ങി നടന്ന് ഇവിടെ വന്ന് ചുമ്മാ ഇങ്ങോട്ട് ഭഗവാനെ ശരി ടാറ്റ അങ്ങനെ പോവാതെ നിന്ന് ഇവിടെ ആയിട്ടൊക്കെ ഇടപെട്ട് ഇവിടെയുള്ള വലിയ ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പം എന്തുണ്ടാവും? കുറച്ച് ഒരു ഇമോഷണലി ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവും. അതാ ചെയ്യേണ്ടത്. അപ്പം സ്പർശിക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ. അല്ല എങ്കിൽ, നമ്മൾ നല്ലൊരു സുഹൃത്തല്ല എങ്കിൽ ആണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സമയം അധികരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, കൊച്ചുമക്കളുടെ കഴിവുകൾ കണ്ടെത്തുക. അയലത്തെ വീട്ടിലെ കുട്ടിയെ നമ്മൾ ചേർത്ത് പിടിക്കുക കേട്ടോ. അല്ല, ഇവർക്ക് കുറേ ആയി. എനിക്ക് പോകാനുള്ള ട്രെയിൻ ലേറ്റ് ആണെന്ന് സാറ് പറയുകയായിരുന്നു. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ അവരെന്താണെന്ന് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ മാർഗം, നിങ്ങൾക്കുള്ള പാരയാണ് ഞാനിപ്പോൾ വെക്കുന്നത്. സ്കൂൾ ബാഗ് ഒന്ന് നോക്കുന്നത് നന്നാവും കേട്ടോ. സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത്, വേറൊന്നും പരിശോധിക്കുന്ന ദിവസം പരിശോധിക്കില്ല, ഇടയ്ക്കൊന്ന് നോക്കുന്നത് നന്നാവും. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അവർ പോലും അറിയാതെ ഡ്രഗ്സിൻ്റെ ഒക്കെ കാരിയേഴ്സ് ആവണം. വെച്ചാൽ നമ്മുടെ കുട്ടി ആവണം എന്നുള്ളതല്ല, അവർ പോലും അറിയില്ല. ചിലപ്പോൾ കൂടെയുള്ള എത്ര കുട്ടികളെ നമുക്ക് വിശ്വസിക്കാമെന്ന് അറിയില്ല. അതുകൊണ്ടാണ്. അതുപോലെ ഒരു ചിട്ട പഠിപ്പിച്ചു കൊടുക്കുക. നാളത്തേക്കുള്ള ഹോംവർക്കൊക്കെ ചെയ്തോന്ന് നോക്കുക. നിൻ്റെ നോട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് നോക്കുക. അതിനകത്ത് ചിലപ്പോൾ നല്ല ചിത്രങ്ങളൊക്കെ പൂമ്പാറ്റയൊക്കെ വരച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. വീട്ടിൽ ഇരുന്ന് ചുമ്മാ താളം പിടിക്കുന്നവനെ കൃത്യമായിട്ട് കലാമണ്ഡലത്തിൽ എത്തിച്ചാൽ ഭാവിയിൽ വലിയൊരു പെർക്യൂഷനിസ്റ്റായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്കൂൾ ബാഗ് നോക്കുക. സ്കൂൾ ബാഗ് വൃത്തിയാക്കി വയ്ക്കാം. പല കുട്ടികളുടെ സ്കൂൾ ബാഗ് ഒന്ന് നോക്കണം. ആഴ്ചകളോളം അതിനകത്ത് ചിലപ്പോൾ പല പപ്പടമൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ടാവും, പൊതിച്ചോറിൻ്റെ അറ്റവും അംശമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് ഡ്രഗ്സ് ഒരു വലിയ പ്രശ്നമാണ്, അറിയാം നിങ്ങൾക്ക് അല്ലേ? അത് MDMA അവസ്ഥയിൽ വരെയൊക്കെ നിന്നിട്ടുണ്ട്. ഇതൊക്കെ ക്യാരി ചെയ്താൽ പോലും അറിയില്ല. അത് ശ്രദ്ധിക്കണം. പണ്ടുള്ളവർ പറയും ഇരുട്ടത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം? ശബ്ദം ഉണ്ടാക്കി നടക്കണം. എന്തിനാ ചവിട്ടി ചവിട്ടി ശബ്ദം ഉണ്ടാക്കി നടക്കുന്നത്? വഴിയിൽ പാമ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു പാമ്പും വിശ്വംഭരൻ നായർ വരുന്നുണ്ട് ഒന്നൊന്ന് കൊത്താം എന്ന് പറഞ്ഞിരിക്കുവോ? ഇല്ല. ഒരു പാമ്പും നമ്മുടെ പേരും അഡ്രസ്സും എഴുതി വെച്ചിട്ടിരിക്കില്ല.
അൺലെസ് ആൻഡ് അൺടിൽ യു സ്റ്റാമ്പ് ഓൺ ദം. നമ്മുടെ കാലറിയാതെ അതിൻ്റെ വല്ലോ അതിൻ്റെ ഒരു നാച്ചുറൽ റിയാക്ഷനാണ് ഈ വന്ന് ഇങ്ങനെ കൊത്തുന്നത്. അല്ലാതെ അതൊരിക്കലും ഒരു ജീവിയും മനഃപൂർവ്വമായി എന്ത് ചെയ്യില്ല. നമ്മളാണ് മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. മനുഷ്യരാണ് ജന്തുജാലങ്ങൾക്കിടയിൽ ദ്രോഹം മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. ഒരു ജീവിയും അല്ലാതെ ചെയ്യില്ല. അപ്പോൾ ആനയോ, ആന വരണ്ടോടുന്നില്ലേ? ആനയെ എവിടെയാണ് ഉണ്ടാവേണ്ടത്? മതപ്പാട് ഇളകുന്നില്ലേ? അതിൻ്റെ ഇണയോട് ചേർന്ന് അതിൻ്റെ കുടുംബത്തോട് ചേർന്ന് നടക്കേണ്ട സമയത്ത് നമ്മൾ കൊണ്ടുവരില്ലേ? ഈ ഇതിലൊക്കെ നടക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? കാല് ചവിട്ടണം. കാര്യം പാമ്പ് സെൻസ് ചെയ്യുന്നത് എന്താണ്? വൈബ്രേഷനാണ്. ഇതാണ് സെൻസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ചുറ്റും പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയല്ല, ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതാണ് ഇന്നത്തെ ലോകം എത്തി നിൽക്കുന്ന മദ്യം, മയക്കുമരുന്ന് മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഈ ചവിട്ട് എന്ന് പറഞ്ഞ പേരൻറ്റിൻ്റെ ചവിട്ട് അത് കുട്ടിയുടെ മുതുകത്തല്ല, പക്ഷേ എല്ലാത്തിലും എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് കൂട്ടുകാർക്കും ആ ബോധ്യം വരും. സുമേഷിൻ്റെ വീട്ടിൽ അമ്മ, ഞങ്ങളുടെ ആ തിരുവനന്തപുരം സൈഡിൽ പറയും കലിപ്പാണെന്ന് പറയും. ഇങ്ങോട്ടുണ്ടോയെന്ന് അറിയില്ല ആ വാക്ക്. അമ്മ കലിപ്പാണ്, അവനെ വിടൂല. ഇല്ലെങ്കിൽ അച്ഛനുണ്ടല്ലോ, അവൻ്റെ അച്ഛനെ ഒരുപാട് കൂട്ടുകാരൊക്കെ അവൻ വരത്തില്ല, അവനെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. കാര്യം ഈ പാമ്പുകളെ പേടിപ്പിക്കാൻ നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കണം. മോനെ ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ചില അച്ഛന്മാർ പറയും എൻ്റെ മോന് ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുത്ത ഞാനാണെന്ന് അഭിമാനപൂർവ്വം. അവനൊരു ആൺകുട്ടിയാണ്. ആൺകുട്ടി പൗരുഷം അറിയിക്കുന്ന ഈ രീതിയിലാണ് അവൻ മദ്യപിച്ച് ഫസ്റ്റ് പെഗ് അച്ഛൻ കൊടുക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു ദൃഢത ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത്. എന്തൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള കുട്ടികളാണ് വയലൻസിലേക്ക് പോകുന്നത്. എന്തിനെ ഉപദ്രവിക്കാമെന്ന്. ഒരു 5-6 വർഷം മുന്നേ കേട്ടപ്പോൾ വേദനയുള്ള, പറയുമ്പോൾ പോലും ഇപ്പോഴും ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നൊരു കാര്യമാണ്. ഒരു ബാറിൽ കുറേ യുവാക്കളിരുന്ന് മദ്യപിക്കുക. ട്രിവാൻഡ്രം സൈഡിൽ തന്നെയാണ്. അപ്പോൾ ആ ബാറിൽ നാച്ചുറലി ഇവർക്ക് കഴിക്കാൻ മത്സ്യം മാംസമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പൂച്ചയും നായും ഒക്കെ ഉണ്ടാവില്ല അവിടെ അതിൻ്റെ പുറത്തൊക്കെ. അപ്പോൾ ഒരു ഗർഭിണി പൂച്ച ആ അടുക്കളയിൽ നിന്നും കണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആ ഗർഭിണിയായ പൂച്ചയെ ഈ മദ്യാസക്തിയിൽ ഇത്രയും യുവാക്കൾ 5-6 പേര് ചേർന്ന് കെട്ടിത്തൂക്കി. സംഭവിച്ച കാര്യം ഞാൻ വെറുതെ ഉണ്ടാക്കി പറയാം. ഇന്ന് ഇവിടെ പറഞ്ഞ ഒരു കാര്യം പോലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊന്നും അവരുമായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അതും ഉള്ള കാര്യമാണ്, സത്യമാണ് പറഞ്ഞത്. ഗർഭിണി പൂച്ചയെ കെട്ടിത്തൂക്കി ആ വെപ്രാളം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. അതാണ് ഇന്നും എനിക്കത് പറയുമ്പോഴും അത് ഓർക്കുമ്പോഴും വലിയ വിഷമമാണ്. അത് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ള. ഇവരും കുഞ്ഞുങ്ങളായിരുന്നില്ലേ? ഇവരും ആരുടെയെങ്കിലും വയറ്റിൽ കിടന്നു, ഇവരുടെയും ഭാര്യമാരില്ലേ? അതുപോലും ആലോചിക്കാതെ ഉന്മത്ത അവസ്ഥയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു. ഒരു കറക്ഷൻ ആവശ്യമാണ് നമ്മുടെ കുട്ടികൾക്ക്. എന്തും സമൂഹത്തിന് ഓക്കെയാണ് എന്ന രീതിയിലേക്ക് അവർ പോകുന്നത്. എന്താ വെച്ചാൽ പൊക്കോട്ടെ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മൾ നല്ല പേരൻസ് അല്ല എന്നാണ് അതിനർത്ഥം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്നതല്ല നമ്മൾ കൊടുക്കേണ്ട. കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ മൂല്യബോധം വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് മൂല്യങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അക്രമത്തിൻ്റെ കാലഘട്ടമാണ്. ഒരു പെൺകുട്ടിയും ഒരു പയ്യനും തമ്മിൽ ഇഷ്ടമായി, ഒരാൾ മറ്റേയാളെ വേണ്ടാന്ന് പിൽക്കാലത്ത് പറഞ്ഞാൽ കത്തിക്കുകയാണ്. അറിയാം നിങ്ങൾക്ക്. കൊലപാതകത്തിൻ്റെയൊക്കെ രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. പണ്ടൊന്നും നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അതിലോട്ടൊന്നും ചെന്ന് വീഴാതെ കൂടുതലും ഇത്തരം ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ കുട്ടികളെ കൂടുതൽ അടുപ്പിക്കുക, അവരെ കൊണ്ട് പ്രഭാഷണം ചെയ്യിക്കുക. അവർക്കൊരു ടോപ്പിക്ക് കൊടുക്കണം, 5 മിനിറ്റ് സംസാരിക്കാൻ പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനുവേണ്ടി ഗവേഷണം ചെയ്യും, പഠിക്കും, അതിനുവേണ്ടി ഗവേഷണം ചെയ്യും. കൂടുതൽ ക്ഷേത്രവുമായി അടുക്കും. ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇടപെടാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നദാനത്തിന് വിളമ്പാനും ഒക്കെ എത്ര ചെറുപ്പക്കാരവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു കാര്യം കൂടി പറഞ്ഞ്
അവസാനിപ്പിക്കാം. 1 മണിയാണ്. ചന്ദ്രമോഹൻ സാറ് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നത് എല്ലാവരും വിശന്നിട്ടുണ്ടാവും. ഇന്നലെ കണ്ട എൻ്റെ ഒരു സുഹൃത്ത്, എഴുത്തുകാരനും നിരൂപകനുമാണ്, രഘുനാഥൻ. പാലക്കാട്ട് ഒരു സ്ഥലമാണ്, പറളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, പറളി. രഘുനാഥൻ പറളി ഒരു എഴുത്തുകാരനും നിരൂപകനുമാണ്. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ വന്ന മുഹമ്മദ് അബ്ബാസ് എന്ന സുഹൃത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കായി അത് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ശ്രീ മുഹമ്മദ് അബ്ബാസിൻ്റെ ഇന്നത്തെ പോസ്റ്റ് ഷെയർ ചെയ്യട്ടെ. അദ്ദേഹം എന്നെക്കാൾ എത്രയോ ഉന്നതനായ എഴുത്തുകാരനും മനുഷ്യനുമാണെന്ന ഉത്തമ ബോധ്യവും ഒപ്പമുണ്ട്. നന്ദി, സ്നേഹം. പറഞ്ഞിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ്. ഫുൾ A+ ഒന്നുമില്ല. മകൻ്റെ കാര്യമാണേ. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇത് വന്നില്ല, ഷെയർ ചെയ്തു. ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുത്തതിന്, അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുത്തതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിന്, ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, ഈ പൊരിവെയിലത്ത് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, ദാഹജലം കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന്, ആൺകുട്ടിയാണേ, ഞാൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്. അതിൽ അവനൊന്ന് ശ്രദ്ധിക്കണം, മറ്റവൻ പോയി വേറെ വല്ല പരിപാടിയാണോ ഒപ്പിക്കുന്നതെന്നുള്ളത് നോക്കുക. ഒരു ദിവസത്തെ വീട്ടുചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായി അറിവുള്ളതിന്, നന്നായി പന്ത് കളിക്കുന്നതിന്. ഇന്നത്തെ എത്ര കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നമ്മൾ വിടും? ഗ്രൗണ്ടിൽ എത്ര കുട്ടികൾ പോവും? ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പുരുഷന്മാരും നമ്മൾ കുറേ സ്ത്രീകളും ഒക്കെ മരം കയറിയിട്ടുള്ളവരാണ് അല്ലേ? മാങ്ങ പറിച്ചിട്ടില്ലേ? നമ്മൾ പറിച്ച മാങ്ങയല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളത്? അല്ലേ? അല്ലേ? പച്ചമാങ്ങ, കല്ലുപ്പ് ഇപ്പോഴും എനിക്ക് ഭയങ്കര കൊതിയുള്ള കാര്യമാണ്. റൂറൽ ഏരിയയിലൊക്കെ ഞാൻ പോകേണ്ട ഒരു ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ വഴിയിലൊക്കെ പച്ചമാങ്ങ ഉണ്ടോയെന്ന് നോക്കും. അപ്പം നന്നായി പന്ത് കളിക്കാനും ഓടാനും ചാടാനും പിന്നെ മരത്തിൽ കയറാനും ഇന്നത്തെ കുട്ടികൾക്ക് പറ്റില്ല. ഒരുപക്ഷെ സിറ്റിയിലോട്ട് ഒന്നുമില്ല. ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല, കുറച്ചുകൂടി ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? പറയണം. അപ്പം അവരും പറയും മനസ്സുകൊണ്ട്. നമ്മൾ അവരെങ്ങനെ ചേർത്ത് പിടിക്കണം, ഒരു സങ്കോചവും കൂടാതെ. നമ്മുടെ സ്വാമി ചിന്മയാനന്ദൻ പണ്ട് അദ്ദേഹത്തിൻ്റെ ബോംബെ ആശ്രമത്തിലാണെന്ന് തോന്നുന്നു, നടുക്കൊരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ വന്നൊരു ഗസ്റ്റ് ചോദിച്ചു, ഇതെന്തിനാണ് ഈ മാവ് ഇങ്ങനെ നിർത്തിയത്? ഈ ബിൽഡിങ്ങിന് നടുക്കിങ്ങനെ നിൽക്കില്ല, ഇതങ്ങ് മുറിച്ച് കളഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഒരു വൃക്ഷത്തെ തൊടുമ്പോൾ എൻ്റെ സഹോദരൻ്റെ ചുമലിൽ കൈവയ്ക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുത്താൽ വൃക്ഷങ്ങളെ സംരക്ഷിക്കുക, കുളങ്ങളെ സംരക്ഷിക്കുക, കാവുകളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക എന്ന ഒരു വലിയ ധർമ്മബോധം. നമുക്ക് പ്രകൃതിയോടൊരു ധർമ്മമുണ്ട്. പ്രളയ സമയത്തെ പ്രളയം ഈ വെള്ളം താഴ്ന്നപ്പോൾ ഒരു പാലത്തിൽ, അത് ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടു കാണും, പ്ലാസ്റ്റിക് ഇങ്ങനെ വന്ന് അടിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു JCB വന്ന് ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ എടുത്ത് ആ പുഴയിലൂടെ തിരിച്ചിട്ട് കൊടുത്തു. അതാണ് നമ്മുടെ ധർമ്മബോധം. പാശ്ചാത്യരിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്, അവരൊരിക്കലും പ്രകൃതിയെ എന്ത് ചെയ്യില്ല, നശിപ്പിക്കില്ല. കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും വലിച്ചെറിയില്ല. തിയേറ്ററിലൊക്കെ പോയാൽ കാണാം, നമ്മളൊക്കെ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ട്. തിരുവനന്തപുരത്ത് ചില സർക്കാർ ഓഫീസിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ പോകുമ്പോൾ സങ്കടം തോന്നും. സർക്കാർ ശ്രമിച്ചാലും ആളുകൾ എന്ത് ചെയ്യില്ല, പെയിൻറ്റ് ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ഒരിക്കലും അത്തരത്തിൽ നമ്മുടെ മക്കൾ വളരരുത്. അതുകൊണ്ട് പന്ത് കളിച്ചവനെ നന്ദി പറയുക, അല്ലെങ്കിൽ എൻ്റെ മകനായി പിറന്നതിന് നന്ദി പറയുക. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പരീക്ഷകൾക്കും പരീക്ഷണങ്ങൾക്കും അപ്പുറം പറക്കാൻ ഗരുഡനെ പോലെ
എന്നാൽ പ്രശ്നങ്ങളുള്ളപ്പോഴും ഗജേന്ദ്രനെ പോലെ ഭഗവാനോട് എന്താണ് യാചിക്കാൻ, നിന്റെ ഒപ്പമാണ് ഞാൻ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ എന്നെ വന്ന് കൊണ്ടുപോകൂ ഭഗവാനെ എന്ന് പറയാൻ. ഈ ലോകത്തെ മുഴുവൻ തൻ്റെ കാരുണ്യം കൊണ്ട് നിലനിർത്തുന്ന ഭഗവതിയിൽ അലിയാൻ. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിലെ ആദ്യ നാമം എന്താണ്? ഓം ശ്രീ മാതാ. അതും നമ്മൾ ശ്രീ എന്നേ പറയും. ശ്രീ. ശ്രീജ എന്നൊരു പേര് നമ്മൾ പറയില്ല, ശ്രീജ പേര് ചോദിച്ചാൽ ശ്രീജ എന്ന് പറയും. അത് അങ്ങനൊരു ജ ഇല്ല. ശ്രീയിൽ നിന്നും ജനിച്ചവൾ. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. ഈ ഈശ്വരി എല്ലാവരിലും വിളങ്ങട്ടെ. ഈ സത്രഭൂമി, ഈ പരിപാവനമായ ഭൂമി, ഇവിടെ നിന്ന് ഇവിടുത്തെ ജനതയ്ക്ക് കിട്ടുന്ന സന്ദേശം, ഇവിടെ ഇനി വരാനിരിക്കുന്ന പുണ്യാത്മാക്കളിൽ നിന്നെല്ലാം കിട്ടുന്ന സന്ദേശം ഒരിക്കലും പൊയ്പോകാതെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക, കൂടുതൽ ജനങ്ങളെ ക്ഷേത്രവുമായി അടുപ്പിക്കുക. ഭഗവാന്റെ കൃപയാണ് സത്സംഗം എന്ന് പറയുന്നത്. ആ സത്സംഗം എല്ലാ കാലവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം സശ്രദ്ധം ക്ഷമയോടെ ആധ്യാത്മികമായി എത്ര എനിക്ക് പോകാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരു കുടുംബത്തിൽ കുറച്ച് പേര് വന്നിരുന്ന് വിശേഷത്തിനൊക്കെ കൂടുമ്പോൾ വന്നിരുന്ന് സംസാരിക്കില്ലേ, ആ ഒരു ഭാവത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. വലിയ വിവരമൊന്നുമില്ല. നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു, നല്ല റെസ്പോൺസസ് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇവിടെ വന്നത്. ഇന്നത്തെ ചെറിയ ഈ ഒരു പ്രഭാഷണം ഭഗവാന്റെയും എൻ്റെ ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശ്രീ ഗുരുഭ്യോ നമഃ.